സോ ഹായ് ഹലോ നമസ്കാരം. ആഹ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസിന്റെ മെയിൻസ് ടെസ്റ്റ് സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ടെസ്റ്റ് പേപ്പർ 1ഉം പേപ്പർ 2ഉം എല്ലാവർക്കും അറ്റൻഡ് ചെയ്ത് നോക്കാവുന്ന രീതിയിൽ നമ്മൾ ആപ്പിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിലെ പേപ്പർ 1ന്റെ ചില ചോദ്യങ്ങൾ ഡിസ്കഷൻ ഇന്നലെ കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പേപ്പർ 2വിലെ ക്വസ്റ്റ്യൻസ് ആണ്. പേപ്പർ 2 എല്ലാവർക്കും ഏറ്റവും ഭയമുള്ള പേപ്പർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനെ സംബന്ധിച്ച് പേപ്പർ 2 ആണ്. അതിനകത്താണ് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, മാനേജ്മെന്റ് അതൊക്കെ വരുന്നത്. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷനും കേരള എക്കണോമിയും ഒക്കെ നമ്മൾ പിന്നെയും കുറച്ചൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഈ ഗവർണൻസ് കുഴപ്പമില്ല. ഡിസാസ്റ്റർ മാനേജ്മെന്റ്, എൻവയോൺമെന്റ് ഒക്കെ നമുക്ക് ഏകദേശം അറിയാവുന്ന ഏരിയാസ് ആണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു ആദ്യത്തിന് 50 ചോദ്യങ്ങളിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. എങ്ങനെയാണ് ഈ പേപ്പർ 2 നമുക്ക് ഈസി ആയിട്ട് പഠിക്കേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവും ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുമ്പോൾ. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള PDF നോട്ട്സ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. 140 പേജ് ഉണ്ട്. എക്സാംസിന് ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് ഉറപ്പായും വന്നിരിക്കും. ഈ PDF നോട്ട് ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. യൂട്യൂബിൽ വീഡിയോ വന്ന ആൾക്കാർ കമന്റ് സെക്ഷനിൽ ടെലിഗ്രാമിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ടെലിഗ്രാം ഫാമിലി മെമ്പേഴ്സ് ആവുക. ഇത്തരത്തിലുള്ള PDFകളും ഡെയിലി മോക്ക് ടെസ്റ്റും ഒക്കെ അവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ PDF പ്രിന്റ് എടുത്ത് എല്ലാവരും പഠിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞു വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയുടെ പേപ്പർ 2 സ്പെഷ്യൽ ടോപ്പിക്സ് എന്ന് പറയപ്പെടുന്ന പേപ്പർ 2 PSC ചരിത്രത്തിലെ തന്നെ ഏറ്റവും ലളിതമായ സ്പെഷ്യൽ ടോപ്പിക്സ് ഒന്നാണത്. പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, മാനേജ്മെന്റ് ഒക്കെ ഈസിയാണ് പഠിക്കാൻ. അതിന്റെ ബേസിക് കോണ്ടെക്സ്റ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വന്നാലും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ബിക്കോസ് ഫിലോസഫിക്കൽ സബ്ജക്റ്റുകളാണ്. ഇതിലൊരു ഫൺ ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡേൺ തിങ്കിങ്ങിൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ഇത് രണ്ടല്ല. അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് എന്നൊന്നും ഒറ്റ കോൺസെപ്റ്റാണ്. പക്ഷെ ഇവിടെ സിലബസിനകത്ത് രണ്ടായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അഡ്മിനിസ്ട്രേഷൻ ഒന്ന്, മാനേജ്മെന്റ് ഒന്ന്. ഇവിടെ പല ടോപ്പിക്കുകൾ ഓവർലാപ്പിംഗ് ആണ്. നിങ്ങൾ പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ മര്യാദയ്ക്ക് പഠിച്ചു കഴിഞ്ഞാൽ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിലെ കുറെ ഏരിയാസ് ആണ് കവർ ആയി പൊക്കോളും. ആൻഡ് വൈസ് വേഴ്സ. അതുകൊണ്ട് ഈ രണ്ട് ടോപ്പിക്കുകൾ ഇന്റഗ്രേറ്റ് ചെയ്ത് വേണം നമ്മൾ പഠിക്കാൻ. നമ്മൾ യൂണിവേഴ്സിറ്റി എക്സാമിനല്ല പഠിക്കുന്നത്, PSC പരീക്ഷയ്ക്കാണ്, ഡിഗ്രി ലെവലാണ്. അതുകൊണ്ട് തന്നെ ആൻസേഴ്സ് നമ്മുടെ മുമ്പിലുണ്ട് ഒബ്ജക്റ്റീവ് ടൈപ്പിനകത്ത്. അതിൽ നമുക്ക് വേണ്ട ആൻസർ എങ്ങനെയാണ് ഹാൻഡ് പിക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ഇന്നത്തെ ക്ലാസ് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ കേട്ടിട്ടില്ലാത്ത പുതിയ പുതിയ വാക്കുകൾ വരും. പക്ഷേ അതൊക്കെ ഈസിയാണ്. ഈ ഉള്ളി തൊലിച്ച് നോക്കുന്നില്ല, ഒന്നും ഇല്ലാത്തപ്പോഴത്തേക്കും വളരെ ഈസിയാണ്. വാക്കിൽ നിന്ന് തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ സിലബസിനോടുള്ള ഭയം കുറച്ച് സമയത്തേക്ക് മാറ്റി വെച്ച് ഒരു ഓപ്പൺ മെന്റാലിറ്റിയോട് കൂടി ക്ലാസ് അറ്റൻഡ് ചെയ്യുക. ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഭയം വരുന്നെങ്കിൽ ഓക്കെ, ഭയം എന്നുള്ള കുഴപ്പമില്ല. കുറച്ച് സമയത്തേക്ക് നിങ്ങൾ മുൻവിധികളെല്ലാം മാറ്റി വെച്ചിട്ട് ടോപ്പിക്കിന് അപ്രോച്ച് ചെയ്യണം. അപ്പൊ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സിലബസില് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിനകത്ത് എടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾസ് ആണ് കണ്ടിജൻസി അപ്രോച്ച്, അല്ലെ? കണ്ടിജൻസി തിയറി ഓഫ് മാനേജ്മെന്റ്. ഈ ഒരു ചോദ്യം വെച്ചിട്ട് നമുക്ക് ആ തിയറി, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാം. ഇത് വെച്ച് ഇതൊന്ന് മനസ്സിലിരിക്കാം. ചോദ്യം എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് 4 ഓപ്ഷൻ ഉണ്ട് ഇതിനകത്ത്. കണ്ടിൻജൻസി തിയറിയെ അഡ്മിനിസ്ട്രേറ്റീവ് തോട്ടും ആണ്, മാനേജ്മെന്റ് തോട്ടും ആണ്. കണ്ടിജൻസി തിയറി ഓഫ് അഡ്മിനിസ്ട്രേഷനും ഉണ്ട്, കണ്ടിജൻസി തിയറി ഓഫ് മാനേജ്മെന്റും ഉണ്ട്. രണ്ടും വെവ്വേറെ പഠിക്കേണ്ട, ഒരുമിച്ച് അങ്ങ് പഠിച്ചാൽ മതി. മനസ്സിലായല്ലോ? അപ്പൊ അത്ര പണിയും കുറയും, നമുക്ക് മാർക്കും കൂടുതൽ കിട്ടും. അപ്പൊ കണ്ടിജൻസി തിയറി ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് തോട്ട്സ് ഇത് മാറി മാനേജ്മെന്റ് തോട്ട് എന്നായാലും ആൻസർ മാറ്റമൊന്നുമില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതിനെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവന എന്തെന്നാ ചോദ്യം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ? ഇറ്റ് അസേർട്സ് ദാറ്റ് there is one best way to structure an organization. അതായത് ഓർഗനൈസേഷൻ അത് ഏതോ ആയിക്കോട്ടെ, അവരൊക്കെ മാനേജ് ചെയ്യാനായിട്ട് എന്തോ ഒരു വൺ ബെസ്റ്റ് വേ ഉണ്ട്. അതായത് വൺ സൈസ് ഫിറ്റ് ഓൾ പോളിസി ആണ്, ഒറ്റ പ്ലാൻ എല്ലാവർക്കും ആപ്ലിക്കബിൾ. അതാണ് കണ്ടിജൻസി തിയറി എന്ന് പറയുന്നത്. ബിയോ ഈ തിയറിയുടെ അണ്ടറിൽ ലീഡർഷിപ്പിനും അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻസിയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് സ്ട്രാറ്റജീസും സ്ട്രക്ചേഴ്സും സിറ്റുവേഷണൽ വേരിയബിൾസും അനുസരിച്ചാണ്. അത് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നമ്മൾ കളം മാറ്റണം. ഞാൻ ഇത് തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് പോവാതെ സിറ്റുവേഷൻ മാറുന്ന പ്ലാൻ മാറ്റാൻ പറ്റണം. അതാണ് ബി പറയുന്നത്. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് മാറ്റാൻ പറ്റണം. ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റാർട്ടപ്പ്, അല്ലെ? ഒരു സ്റ്റാർട്ടപ്പിന് വേണ്ടുന്ന മാനേജ്മെന്റ് സ്റ്റൈൽ ആയിരിക്കില്ല ഒരു ഗവൺമെന്റ് സെക്ടറിലെ ഒരു PSUവിന് വേണ്ടത്. ആ മാനേജ്മെന്റ് സ്റ്റൈൽ ആയിരിക്കില്ല സെക്രട്ടേറിയറ്റിനകത്ത് വേണ്ടത്, അല്ലെ? അതായിരിക്കില്ല ജിയോ എന്ന് പറയുന്ന ഒരു മൾട്ടിനാഷണൽ ബ്രാൻഡിനകത്ത് വരുന്നത്. അപ്പൊ ഡിഫറൻസ് സെറ്റപ്പിൽ ഡിഫറെന്റ് മാനേജ്മെന്റ് സ്റ്റൈൽ അല്ലെങ്കിൽ സിസ്റ്റംസ് വേണമെന്നാണ് ബി പറയുന്നത്, അല്ലെ? സിഒ ഇത് ക്ലാസിക്കൽ ബ്യൂറോക്രസി, അതായത് ഈ മാക്സ് വെബർ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെയാണ് ബ്യൂറോക്രസിയെ ഇത്രയധികം പഠിക്കുകയും അതിനെപ്പറ്റി കൃത്യമായ വിശകലനം നടത്തുകയും ചെയ്തിട്ടുള്ളത്.
അതുപോലെയൊക്കെയുള്ള ക്ലാസിക്കൽ തിങ്കേഴ്സിന്റെ സിദ്ധാന്തമാണെന്നാണ് പറയുന്നത്. ഡി പറയുന്നത് ഇറ്റ് റിജക്ട്സ് ദ ഐഡിയ ഓഫ് എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് ഓൺ അഡ്മിനിസ്ട്രേറ്റീവ് ബിഹേവിയർ. അതുകൊണ്ടിരിക്കട്ടെ, നമ്മൾ വാക്കുകളെ ബ്രേക്ക് ചെയ്യാം. കണ്ടിൻജൻസി തിയറി. കണ്ടിൻജൻസി തിയറി, കണ്ടിൻജന്റ് എന്നൊക്കെ വെച്ചാൽ എന്താ അർത്ഥം? കണ്ടിൻജന്റ് ഒരു ഗ്രൂപ്പിന്റെ ഭാഗം എന്നൊക്കെയുള്ള മീനിങ് ആണ് അല്ലെ? അല്ലെങ്കിൽ കണ്ടീഷൻ അനുസരിച്ചുള്ളത്. കണ്ടീഷൻസ്, കണ്ടിജൻസി, ഇറ്റ് ഈസ് ഡിപ്പെൻഡന്റ് ഓൺ കണ്ടീഷൻ, അല്ലെങ്കിൽ സംതിങ് എൽസ്, മറ്റെന്തോ ആയിട്ട് ബന്ധപ്പെട്ട് കണ്ടീഷൻ അനുസരിച്ചിട്ടുള്ള ഒരു അപ്രോച്ച് എന്നുള്ളതാണ് കണ്ടിൻജൻസി തിയറിയുടെ മീനിങ്. അതിന്റെ അർത്ഥം ഒന്നേ ഉള്ളൂ, ഓരോ മാനേജ്മെന്റും ഓരോ സിസ്റ്റവും ഡിഫറെന്റ് ആണ്. ഇപ്പം ഓരോ വ്യക്തികളും ഡിഫറെന്റ് ആണെന്ന് പറയുന്നത് ഓരോ കമ്പനികളും ഓരോ ബിസിനസ്സുകളും അല്ലെങ്കിൽ ഓരോ സ്ട്രക്ചറുകളും ഡിഫറെന്റ് ആണ്. അതിന്റെ സിറ്റുവേഷണൽ റിക്വയർമെന്റ് അതെന്താണോ അത് പഠിച്ച് അതിനനുസരിച്ച് വേണം നമ്മൾ മാനേജ്മെന്റ് പോളിസീസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ എന്നാണ് കണ്ടിജൻസി തിയറി പറയുന്നത്. അല്ലാതെ വൺ സൈസ് ഫിറ്റ് ഔട്ട്, നമ്മൾ ഒരു പർട്ടിക്കുലർ സിദ്ധാന്തം കൊണ്ടുവന്നിട്ട് ഇത് എല്ലാവർക്കും അങ്ങ് ആപ്ലിക്കബിൾ ആക്കിക്കോ എന്ന് പറയുന്നത് നല്ലത്. യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു ബെസ്റ്റ് മോഡൽ മാനേജ്മെന്റിന് ഇല്ല. മാനേജ്മെന്റ് എന്ന് പറയുന്നത് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് മാറി മറിയുന്ന ഒരു കാര്യമാണ്. അല്ലാതെ യൂണിവേഴ്സൽ ആയിട്ട് ഒരു ഒറ്റ പ്ലാൻ അങ്ങനെയില്ല. ഓരോ സ്ഥലത്തും എങ്ങനെയാണോ അവിടുത്തെ കണ്ടീഷൻസ്, വർക്ക് കൾച്ചർ, റിക്വയർമെന്റ്സ്, ചലഞ്ചസ് എന്തൊക്കെയാണോ അതനുസരിച്ച് വേണം മാനേജ്മെന്റ്. ഉദാഹരണം ചിലപ്പോൾ പല IT സെക്ടേഴ്സിലും നമുക്ക് അതിനകത്ത് വർക്ക് കൾച്ചർ ഡിഫറെന്റ് ആവും. അവിടെ ബോസിനെ കയറി പേരായിരിക്കും വിളിക്കാം അല്ലെ? അവിടുത്തെ രീതി അങ്ങനെയാണ്. പക്ഷെ ആ ഒരു പ്രിൻസിപ്പിൾ കൊണ്ട് നിങ്ങൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആകുമ്പോൾ എങ്ങനെ ഇരിക്കും? ഒരു IAS അല്ലെങ്കിൽ നിങ്ങളുടെ മന്ത്രിയെ കയറി നിങ്ങൾ പേര് വിളിച്ച് എങ്ങനെ ഇരിക്കും? ഡിഫറെന്റ് അല്ലേ? അപ്പൊ വർക്ക് കൾച്ചറിനെ പോലും കണ്ടിജൻസി തിയറി ബാധിക്കുന്നുണ്ട്. ഓരോ സ്ഥലത്തും പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ ഓരോ രീതിയിൽ. പട്ടാളത്തിൽ ഇങ്ങനെയാണോ? പട്ടാളത്തിൽ അത്രയും ലിബറൽ ആണോ വർക്ക് കൾച്ചർ? അല്ല, അതിനേക്കാൾ സ്ട്രിക്റ്റ് ആണ്. അപ്പം എല്ലാ ഡയമെൻഷനും ബാധിക്കുന്ന ഒരു കാര്യമാണ് കണ്ടിജൻസി തിയറി. ഡിപ്പെൻസ് അപ്പോൾ കണ്ടീഷൻ എന്നുള്ള കേസ് പറയാം. ഞാൻ ഈ സംസാരിക്കുന്നത് PSCക്ക് മാർക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ എങ്ങനെ ചിന്തിക്കണം എന്നുള്ള രീതിയിലാണ്. ഈ സെറ്റപ്പിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റി പരീക്ഷകൾക്ക് വേണ്ടി ചിന്തിക്കുകയാണെങ്കിൽ പൊട്ടും. മനസ്സിലായല്ലോ? യൂണിവേഴ്സിറ്റി ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആണ്, അതിൽ കൂടുതൽ പ്രിസൈസ് ആവേണ്ടതുണ്ട്. ഇവിടെ നമുക്ക് ഉത്തരം നമ്മുടെ കണ്ണിന് മുമ്പിലുണ്ട്, അതിൽ നിന്ന് പിക്ക് ചെയ്യാനാണ് നമ്മൾ ചെയ്യുന്ന പരിപാടി. ഡിസ്ക്രിപ്റ്റീവ് എക്സാമിന് ഇങ്ങനെയല്ല പഠിക്കേണ്ടത്. ഞാൻ ഈ പറയുന്ന മൊത്തം ഒബ്ജക്റ്റീവ് പരീക്ഷയ്ക്ക് എങ്ങനെ ചിന്തിക്കണം എന്നുള്ള രീതിയിലാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഇതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സ് നമ്മുടെ PDF അത് കൊടുത്തിട്ടുണ്ട്. എന്താണ് കണ്ടിജൻസി തിയറി, ഡിഫറെന്റ് അപ്രോച്ചസ് എന്താണ്, മേജർ തിങ്കേഴ്സ്. നിങ്ങൾ മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ പഠിക്കുമ്പോൾ ഇതിനകത്ത് കുറച്ച് കഷ്ടപ്പെട്ട് പഠിക്കേണ്ട ഒരേ ഒരു സെഗ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിന്തകളുടെ പേരാണ് തിങ്കേഴ്സ്. വിൽഫ്രഡ് ഫുല്ലേഴ്സ് കണ്ടിജൻസി തിയറി ഓഫ് ലീഡർഷിപ്പ് ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ വായിച്ചിരിക്കേണ്ടതാണ്. ഹാർശ്രീ വൺ സൈസ് ഫിറ്റ് ഓൾ പോളിസി അല്ല. അപ്പൊ അതൊക്കെ ജസ്റ്റ് നോക്കുക. അപ്പൊ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള PDF നിങ്ങൾക്ക് ഇതെല്ലാം കിട്ടും. ഓക്കെ, നമുക്കിനി അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡെലിഗേഷൻ. ഡെലിഗേഷൻ എന്ന് പറയുന്ന സമ്പ്രദായത്തിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന എന്തെന്നാണ് ചോദ്യം. എന്താണ് ഡെലിഗേഷൻ? ഇപ്പോ അംബാനിക്ക് എല്ലാം ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. അംബാനി എന്ത് ചെയ്തിട്ടുണ്ട്? ഓരോ കാര്യങ്ങൾ ചെയ്യാനും ഓരോരുത്തരെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് ഓരോ കാര്യങ്ങൾ ഏൽപ്പിക്കും. അതാണ് ഡെലിഗേഷൻ എന്ന് പറയാം. ഒരു ലീഡറിനെ സംബന്ധിച്ച് ഏറ്റവും ഹയസ്റ്റ് ക്വാളിറ്റി ഡെലിഗേഷൻ ആണ്. എല്ലാം ഞാൻ തന്നെ ചെയ്തോളാം, അല്ലെങ്കിൽ എല്ലാം ഞാൻ മൈക്രോ മാനേജ് ചെയ്തോളാം എന്ന് പറഞ്ഞിരിക്കുന്ന നല്ല ലീഡർ. ലീഡർ എപ്പോഴും സ്ട്രാറ്റജിക് തിങ്കിങ്ങിന്റെ ആളാണ്. ഒരു എന്റർപ്രൈസ് ആയിക്കോട്ടെ, ഒരു ഗവൺമെന്റ് സ്ട്രക്ചർ ആയിക്കോട്ടെ, പ്രധാനമന്ത്രിയാണോ ഇന്ത്യയിൽ എല്ലാ ജോലികളും ചെയ്യുന്നത്? അല്ല, അദ്ദേഹത്തിന് മന്ത്രിമാരുണ്ട്. ഓരോ വകുപ്പ് അദ്ദേഹം ഓരോരുത്തരെ ഡെലിഗേറ്റ് ചെയ്തേക്കാണ്. സോ ഈ ഡെലിഗേഷൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിളിനെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവന എന്തെന്നാണ് ചോദ്യം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഡെലിഗേഷൻ ഡിക്രീസസ് അക്കൗണ്ടബിലിറ്റി. അതായത് ഒരു കാര്യം ചെയ്യാനായിട്ട് മറ്റൊരാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ അക്കൗണ്ടബിലിറ്റി കുറയും എന്നാണ് പറയുന്നത്. ഇത് ശരിയാണോ? ഇത് ശരിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇപ്പം DGP വലിയൊരു കോളിളക്കം ഉണ്ടാകുന്ന ഒരു കേസ് വരുന്നു. അത് അന്വേഷിക്കാൻ DGP ഒരു DYSP CIO അപ്പോയിന്റ് ചെയ്തു. ഡെലിഗേറ്റിംഗ് ദ ടാസ്ക്. DGPക്ക് നേരിട്ട് പോയി എല്ലാ ക്രൈംസും അന്വേഷിക്കാൻ പറ്റുമോ? അവിടെ അക്കൗണ്ടബിലിറ്റി കുറയും? ഒരിക്കലും ഇല്ല. കാര്യം ഡെലിഗേഷൻ ഏറ്റവും വലിയ ക്വാളിറ്റീസിൽ ഒന്നാണ് റെസ്പോൺസിബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി. അക്കൗണ്ടബിലിറ്റി ഉണ്ടായിരിക്കണം. അല്ലാതെ ഞാൻ ചെയ്യേണ്ട ജോലി മറ്റുള്ള വിഭജനം ഞാൻ കൈയിട്ടിരിക്കുന്നതല്ല അക്കൗണ്ടബിലിറ്റി. ഈ ഏൽപ്പിച്ചവന്റെ പണി പോകും. ഈ ഡെലിഗേഷൻ കിട്ടിയ വ്യക്തി വൃത്തിയായിട്ട് പണി ചെയ്തിരുന്നുണ്ടെങ്കിൽ അയാൾ ഈ വർക്ക് ഏൽപ്പിച്ച ആളുണ്ടല്ലോ, ഡെലിഗേറ്റർ, അദ്ദേഹത്തിന് വരെ ഇതിന്റെ എഫക്ട് വരും. അദ്ദേഹത്തിന് മോശമായിട്ട് ബാധിക്കും. അതുകൊണ്ട് തന്നെ ഡെലിഗേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ ഒരു പണി ഏൽപ്പിച്ചിട്ട് വെറുതെ ഇരിക്കലല്ല, അയാൾക്ക് അതിന് വേണ്ടുന്ന റിസോഴ്സസ് ഉണ്ടോ നമ്മൾ ചെക്ക് ചെയ്യണം. അയാൾക്ക് അതിന് വേണ്ടുന്ന ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടോ നമ്മൾ ചെക്ക് ചെയ്യണം. മാൻ പവർ, അയാൾക്ക് അതിന് ആവശ്യമുള്ള മാൻ പവർ ഉണ്ടോ നമ്മൾ ചെക്ക് ചെയ്യണം. ഇതെല്ലാം ചെക്ക് ചെയ്തിട്ട് അയാൾക്ക് കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ ഉണ്ടായി കൊടുക്കുക എന്നുള്ളതാണ് ഡെലിഗേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? യെസ്.
അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്തായാലും തെറ്റാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെങ്കിൽ തന്നെ ഉത്തര ബി എന്നുള്ള ആൻസറിലേക്ക് എത്താൻ പറ്റും. മറ്റൊരു സംശയം, നിങ്ങളിപ്പോ കണ്ടന്റ് വിട്, നമുക്ക് ഇതിനകത്ത് കറക്കി കുത്തി ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുമോ നോക്കിയാലോ. ഇതിനകത്ത് എലിമിനേഷൻ ടെക്നിക്സിന്റെ സ്കോപ്പ് ഉണ്ടോ ഒന്ന് പറഞ്ഞേ. നമ്മൾ ഫിലോസഫി എങ്ങനെ ആഴത്തിൽ പഠിക്കുക, സ്റ്റിൽ ചില സമയത്ത് നമ്മൾ കറക്കി കുത്താനും പഠിക്കണം. കറക്കി കുത്തി ഇതിനകത്ത് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുമോ നോക്കി. ഡൗട്ട് വെച്ചോട്ടെ. സ്റ്റേറ്റ്മെന്റ് 1 പറയുന്നു ഡെലിഗേഷൻ ചെയ്തതിൽ അക്കൗണ്ടബിലിറ്റി കുറയുമെന്ന്. സ്റ്റേറ്റ്മെന്റ് 2 പറയുന്നു ഡെലിഗേഷൻ ചെയ്തതിൽ അതോറിറ്റി ഈക്വലി റെസ്പോൺസിബിൾ ആവുമെന്ന്. ഈ റെസ്പോൺസിബിലിറ്റിയും അക്കൗണ്ടബിലിറ്റിയും ഒരുമിച്ച് പോകുന്ന കാര്യമല്ലേ. അതായത് അക്കൗണ്ടബിലിറ്റി കുറഞ്ഞാൽ അവിടെ റെസ്പോൺസിബിലിറ്റിയും കുറയുമല്ലേ, അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടോ എന്ന് പറയുന്ന സ്ഥലത്ത് അക്കൗണ്ടബിലിറ്റി ഇല്ലേ. അപ്പൊ 1ഉം 2ഉം ഒരുമിച്ച് ശരിയാവാൻ പറ്റുമോ? ഞാൻ പറഞ്ഞ സ്ട്രാറ്റജിക് ആയിട്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. എക്സാം പോലെ 1.5 മണിക്കൂർ സമയം നമുക്ക് എല്ലാ ഫാക്ടുകളും ഒന്നും ഓർത്തെടുക്കാൻ പറ്റുന്ന വരത്തില്ല. അപ്പൊ നിങ്ങൾ എങ്ങനെ ചിന്തിക്കണം, 1ഉം 2 ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് മാത്രമേ ശരിയാവുള്ളൂ, രണ്ടും ഒരുമിച്ച് ശരിയാവും. അപ്പൊ 1ഉം 2ഉം ആന്റി തീസിസ് ആ, അല്ലെങ്കിൽ പരസ്പര വിരുദ്ധങ്ങളാണ്. അപ്പൊ 1ഉം 2ഉം ഒരുമിച്ച് ഓപ്ഷൻസ് എല്ലാം എലിമിനേറ്റ് ചെയ്തേ, അപ്പോഴും എല്ലാം പോയി, അപ്പോഴും ബിയിലേക്ക് എത്താൻ പറ്റും. അതിനൊരു സ്മാർട്ട് അപ്രോച്ച് മനസ്സിലായോ? മാർക്ക് മൈ വേർഡ്സ്, കഴിഞ്ഞ LSC സെക്രട്ടറിയുടെ മെയിൻസിന്റെ സമയത്ത് ഞാൻ പറഞ്ഞ കാര്യമാണ്, എലിമിനേഷൻ ടെക്നിക്സ് ഏറ്റവും അധികം വർക്ക്ഔട്ട് ആകാൻ പോകുന്ന ഒരു പേപ്പർ അതാണ്. കാര്യം അവിടെ ടോപ്പിക്കുകൾ, ഇപ്പൊ റൂറൽ അഡ്മിനിസ്ട്രേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്, അന്നത്തെ സിലബസിനകത്ത് അതെല്ലാം ഫിലോസഫിക്കൽ ടോപ്പിക്സ് ആണ്. ടെക്നിക്കലാണ് സമ്മതിക്കുന്നത്, പക്ഷെ അതിനേക്കാൾ ഫിലോസഫിക്കലാണ് ഇവിടെ നമ്മൾ പഠിക്കാൻ വന്ന പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ. നല്ല രീതിയിൽ നമുക്ക് ഇവിടെ എലിമിനേഷൻ ടെക്നിക്സ് സ്മാർട്ട് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതാണ് ഡെലിഗേഷനെ സംബന്ധിച്ച് പറയാനുള്ള ഒരു കാര്യം. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഡെലിഗേഷന് ചില പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ആ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുകയാണ് നമ്മൾ പഠിക്കുക. ഫോർ എക്സാമ്പിൾ പ്രിൻസിപ്പിൾസ് ഓഫ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഇത് ഡെലിഗേഷന്റെ ഒരു സ്വഭാവം. സി, ഞാൻ വഴിയെ കാണുന്ന പോകുന്ന ഒരുത്തനെ പിടിച്ചിട്ട് ഒരു ജോലി ഏൽപ്പിക്കാം, അത് ഡെലിഗേഷൻ അല്ല. ഡെലിഗേഷൻ ആവണമെങ്കിൽ അവിടെ എന്ത് വേണം? പ്രിൻസിപ്പിൾ ഓഫ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, പാരിറ്റി എന്നൊരു കോൺസെപ്റ്റ്, അത് വേണം. അവൻ ആ വർക്ക് ചെയ്തില്ലെങ്കിൽ അതിന്റെ എഫക്ട് എനിക്കും വരും, ഞാനും അത് ഈക്വലി റെസ്പോൺസിബിൾ ആണ്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ ആണ് യൂണിറ്റി ഓഫ് കമാൻഡ്. യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയും. യൂണിറ്റി ഓഫ് കമാൻഡ് ഇത് പല സ്ഥലത്ത് നിങ്ങൾ ഇത് കാണും. മാനേജ്മെന്റ് തത്വങ്ങളിനകത്തും അഡ്മിനിസ്ട്രേറ്റീവ് പ്രിൻസിപ്പിളിൽ യൂണിറ്റി ഓഫ് കമാൻഡ് കാണും. ഒരു സംശയം വെച്ചിട്ടേ, ഒരു കേസ് അന്വേഷിക്കണം. DGP ഒരു പോലീസ് ഓഫീസറെ ഡെലിഗേറ്റ് ചെയ്യുന്നു. അടുത്ത ദിവസം വേറൊരു DGP വന്നിട്ട് അയാളുടെ അടുത്ത് പോയി വേറെ ഒരു പണി ചെയ്യാൻ പറയുന്നു, അല്ലെങ്കിൽ കേസ് അന്വേഷിക്കണമെന്ന് പറയുന്നത് ശരിയാവും? ഒരു വ്യക്തിക്ക് ഒരു ഒറ്റ സുപ്പീരിയറെ കാണാൻ പാടുള്ളൂ. അതാണ് യൂണിറ്റി ഓഫ് കമാൻഡ്. അയാൾ എന്ത് പറഞ്ഞു അത് വേണം ഇയാൾ ചെയ്യാൻ. കോൺഫ്ലിക്റ്റിംഗ് ഇൻസ്ട്രക്ഷൻസ് ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് വട്ടായി പോകും, പ്രൊഡക്ടിവിറ്റി കുറയും, മാനേജ്മെന്റ് ഒരു ക്രംബിൾ. അപ്പൊ അതുകൊണ്ട് തന്നെ യൂണിറ്റി ഓഫ് കമാൻഡ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. നമ്മൾ ഡെലിഗേറ്റ് ചെയ്യുമ്പോൾ അയാൾക്ക് ഒരു ബോസ് ഉണ്ടാവാൻ പാടുള്ളൂ. അല്ലാതെ പരസ്പര വിരുദ്ധങ്ങളായിട്ടുള്ള കമാൻഡുകൾ, യൂണിറ്റി ഇല്ലാത്ത കമാൻഡുകൾ അയാൾക്ക് കിട്ടുകയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യും? അയാൾക്ക് പെർഫോം ചെയ്യാൻ ഒക്കത്തില്ല. ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ റൂയിൻ ആയി മാറും. അതാണ് യൂണിറ്റി ഓഫ് കമാൻഡ്. സോ പ്രിൻസിപ്പിൾസ് ഓഫ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, പാരിറ്റി ഉണ്ട്. യൂണിറ്റി ഓഫ് കമാൻഡ് ഇതിന്റെ ഒരു ഭാഗമാണ്. പിന്നെ ക്ലാരിറ്റി ഇൻ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ കാര്യം ഡെലിഗേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞതെന്ന് അയാൾക്ക് മനസ്സിലാവണ്ടേ? മനസ്സിലായല്ലോ. അപ്പൊ അതാണ് ഡെലിഗേറ്റ്. ചുമ്മാ വഴി പോകുന്ന ഒരാളെ പിടിച്ചൊരു പണി ഏൽപ്പിക്കലല്ല ഡെലിഗേഷൻ. ഡെലിഗേഷൻ ആവണം ഈ ടൈപ്പ് ക്വാളിറ്റീസ് വേണം. ക്ലാരിറ്റി ഉണ്ടാവണം, റെസ്പോൺസിബിലിറ്റി, അതോറിറ്റി, പാരിറ്റി ഉണ്ടാവണം. അതോടൊപ്പം തന്നെ യൂണിറ്റി ഓഫ് കമാൻഡ് ഉണ്ടാവണം. അതുപോലെ തന്നെ വേണ്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ആഡിക്വേറ്റ് റിസോഴ്സ്. നമ്മള് ഒരു 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 നമുക്കൊരു മിലിറ്ററി കണ്ടിജൻസ് എടുക്കാം. ഒരു 10 പട്ടാളക്കാരെ പിടിച്ചിട്ട് പോയി പാകിസ്ഥാനെ കീഴടക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡെലിഗേഷൻ ആണ്? ഒരിക്കലും അല്ല. അവർക്ക് അതിന് വേണ്ടുന്ന മാൻ പവർ, ട്രെയിനിങ്, അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ്, സിറ്റുവേഷൻ, ഫണ്ട് എല്ലാം ഉണ്ടോ നമ്മൾ ഉറപ്പുവരുത്തണം. അതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ആഡിക്വേറ്റ് റിസോഴ്സ്. റിസോഴ്സ് കൊടുത്തിട്ട് വേണം ഒരാളെ ഡെലിഗേറ്റ് ചെയ്ത് കാര്യത്തിന് വേണ്ടി പറഞ്ഞയക്കാൻ. അത് കയ്യും വീശി പറഞ്ഞയക്കരുത്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ചേരുമ്പോഴാണ് ഒരു പ്രോപ്പർ ഡെലിഗേഷൻ ആയി മാറുന്നത്. അപ്പൊ ഡെലിഗേഷൻ എന്നൊരു കോൺസെപ്റ്റ് നമുക്ക് എന്ത് ചോദ്യങ്ങൾ വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമോ? ഇതെല്ലാം നോട്ടായിട്ട് PDF കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് അതൊന്ന് വായിച്ചു നോക്കിയാൽ മാത്രം മതി. ക്ലിയർ ആണോ? യെസ്, ജസ്റ്റ് ആ PDF കൂടെ ഒന്ന് പോയി നോക്കാം. അതാണ് നമ്മൾ ഈ പുതിയ ടോപ്പിക്കുകൾ പഠിക്കുമ്പോൾ പക്ക അക്കാഡമിക്കലായിട്ട് ബുക്കിഷ് ആയിട്ട് പഠിക്കരുത്. നമുക്ക് അറിയാവുന്ന എക്സാമ്പിൾസ് എടുത്ത് വെച്ചിട്ട്, റിയൽ ലൈഫ് എക്സാമ്പിൾസ് എടുത്ത് വെച്ചിട്ട് ബ്രെയിൻ സ്റ്റോം ചെയ്യാം. ഓക്കെ, ഈ പറഞ്ഞ എക്സാമ്പിൾസ് ഒന്നും ഒരു ഇന്റലക്ച്വൽ ലെവൽ അല്ലെങ്കിൽ ഒരു അക്കാഡമിക്, പ്രോപ്പർ അക്കാഡമിക് ലെവൽ റിലവന്റ് അല്ല, അത് എനിക്കും അറിയാം. പക്ഷെ എക്സാമിന് നമ്മൾ ഇങ്ങനെ പഠിക്കാം. ഈ PSC എക്സാമിന് ഒബ്ജക്റ്റീവ് പരീക്ഷ നമ്മൾ ഇങ്ങനെ പഠിക്കാം. അപ്പൊ നമുക്ക് ഈ കേസ് സ്റ്റഡീസ് വെച്ച് എന്ത് ചെയ്യാൻ പറ്റും? മാർക്ക് നേടിയെടുക്കാൻ പറ്റും. അതാണ് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം. ഫോർ എക്സാമ്പിൾ തേർഡ് ക്വസ്റ്റ്യൻ ഭയങ്കരമായിട്ട് ഈ സ്പെഷ്യൽ ടോപ്പിക്സ് നല്ല രസമാണ്. അതായത് മോട്ടിവേഷനൊക്കെ പല തിയറീസ് നമുക്ക് പഠിക്കാനുണ്ട്.
അതൊക്കെ ഈ പരീക്ഷ കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അതാണ് ഞാൻ പറഞ്ഞത്, മാനേജ്മെന്റ് ഒരു ലൈഫ് സ്കില്ലാണ്. ഈ PSC പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചിട്ട് കളയേണ്ട ഒരു കാര്യമല്ല. അത് നമുക്ക് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ലൈഫിലും ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന നല്ല ബ്യൂട്ടിഫുൾ സബ്ജക്റ്റ് ആണ്. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഈ ഒരു ചോദ്യം. ഓക്കെ, അതായത് ചോദ്യം വിച്ച് ഓഫ് ദീസ് തിയറീസ് talks about the relationship between individual well-being and the performance on the degree to which the work fulfills the basic psychological needs, competence, autonomy and relatedness. അതായത് പണ്ട് കാലത്തെ ഒരു ചിന്ത എന്താണെന്നറിയോ? മോട്ടിവേഷൻ. നമ്മള് പഠിപ്പിക്കുന്ന മോട്ടിവേഷൻ. അയാൾക്ക് മോട്ടിവേഷൻ വേണമെങ്കിൽ അയാൾക്ക് റിവാർഡ് കൊടുത്താൽ മതി. അതായത് ഒരു കാര്യം ചെയ്യാൻ ഒരാളെ മോട്ടിവേറ്റ് ചെയ്യണമെങ്കിൽ അയാൾക്ക് അതിന് എക്സ്റ്റേണൽ ആയിട്ടുള്ള റിവാർഡ് ഉണ്ടല്ലോ. ആ കാര്യം ചെയ്തിട്ട് അതൊക്കെ നല്ല പൈസ കിട്ടും എന്ന് പറഞ്ഞാൽ അവൻ പോയി കാര്യം ചെയ്യും. ഇതാണ് മോട്ടിവേഷൻ അണ്ടർലൈൻ ഫാക്ടർ എന്നായിരുന്നു പണ്ട് കാലത്തെ വിചാരം. പക്ഷെ ഇത് ശരിയാണോ? ഒരു വ്യക്തിയെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് എക്സ്റ്റേണൽ റിവാർഡുകൾ മാത്രം മതിയോ? പോരാ. പോരാ എന്നാണ് സെൽഫ് ഡിറ്റർമിനേഷൻ തിയറി പറയുന്നത്. ഒരു വ്യക്തിക്ക് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള, ഇപ്പൊ ഒരു ഡൗട്ട് ഞാൻ ചോദിച്ചോട്ടെ. ഇപ്പൊ പല ആൾക്കാരും ഈ കോടിക്കണക്കിന് രൂപ ശമ്പളമുള്ള ജോലി ഉപേക്ഷിച്ചിട്ടാണ് IAS പ്രിപ്പയർ ചെയ്യാൻ വരുന്നത്. അപ്പൊ IAS ഓഫീസറിൽ അദ്ദേഹത്തിന് തുടക്കത്തിൽ കിട്ടുന്ന സാലറി വെച്ചിട്ട് 10,000-80,000 രൂപ മാത്രമായിരിക്കും. അപ്പൊ കോടിക്കണക്കിന് രൂപ, ഒരു മാസം ഒരു 10 ലക്ഷം രൂപയുള്ള സാലറി ഉപേക്ഷിച്ച് ഇതിലേക്ക് വരുമ്പോഴത്തേക്കും എന്താണ് അതിന്റെ മോട്ടിവേഷൻ? എന്താണ്? എക്സ്റ്റേണൽ റിവാർഡാണോ? പണമാണോ അതിന്റെ മോട്ടിവേഷൻ? അല്ലെങ്കിൽ എത്ര ആൾക്കാര് നല്ല ഹൈലി റിവാർഡിംഗ് ആയിട്ടുള്ള ജോലി ഉപേക്ഷിച്ച് സാഹിത്യ റൈറ്റേഴ്സ് ആയിട്ട് മാറുന്നു, മറ്റു പല ജോലിയിലേക്ക് പോകുന്നല്ലോ, ഷെഫായിട്ട് മാറുന്നു. എന്താണ് സംഭവിക്കുന്നത്? അതാണ് സെൽഫ് ഡിറ്റർമിനേഷൻ തിയറിയിൽ പറയുന്ന ഒരു കാര്യം. ഒരു വ്യക്തിക്ക് മോട്ടിവേഷൻ തരുന്നതിനകത്ത് ഇന്റേണൽ നമ്മുടെ ഉള്ളിലുള്ള ഫാക്ടേഴ്സും ഉണ്ട്, പുറത്തുള്ള ഫാക്ടേഴ്സും ഉണ്ട്, അല്ലെ? എക്സാക്ട്ലി. മെന്റൽ റിവാർഡ് എന്ന് പറയുന്നത് അതാണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ. ഞാൻ പല വീഡിയോയിലും പറയുന്നൊരു കാര്യമാണ്. നമുക്ക് ഇൻട്രിൻസിക് ആയിട്ടുള്ള മോട്ടിവേഷൻ വേണം. അപ്പൊ ഞാൻ ഒരാളെ പുറത്ത്, അല്ലെങ്കിൽ ടീച്ചേഴ്സ് പുറത്ത് ചെയ്തിട്ട് പടി 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് സമയം ഇരുന്ന് പഠിക്കും. അത് എക്സ്റ്റേണൽ മോട്ടിവേഷൻ ആണ്. പക്ഷെ നിങ്ങൾ യഥാർത്ഥത്തിൽ ഇരുന്ന് പഠിക്കുന്ന എപ്പോഴാണെന്ന് അറിയോ? ഇൻട്രിൻസിക് ആയി ഉള്ളിൽ നിന്ന് ഒരു ത്വര വരണം, ഒരു ഇന്റേണൽ മോട്ടിവേഷൻ വരണം. അത് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? നല്ല രീതിയിൽ കുത്തിയിരുന്ന് പഠിക്കാൻ പറ്റുന്നത്. അതാണ് സെൽഫ് ഡിറ്റർമിനേഷൻ തിയറി പറയുന്നത്. ഇതൊക്കെ നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളതായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോസിനകത്തൊക്കെ നമ്മൾ ഇൻട്രിൻസിക് മോട്ടിവേഷനെ പറ്റി പറയുന്നത്. ഇതാണ് സസ്റ്റൈനബിൾ. അതായത് ഒരു വ്യക്തിയുടെ സൈക്കോളജിക്കൽ നീഡ്സ്, മെന്റൽ ഹാപ്പിനെസ്, അത് കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് ആ വർക്ക് ചെയ്യാനുള്ള മോട്ടിവേഷൻ കൂടും. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. അതിന് 3 ഡയമെൻഷൻസ് ആണ്: കോമ്പീറ്റൻസ്, ഓട്ടോണോമി, റിലേറ്റഡ്നെസ്. നമുക്ക് എന്താണെന്ന് നോക്കാം. അതായത് ട്രഡീഷണൽ ബിലീഫ്, പണ്ട് കാലത്ത് ആൾക്കാർ വിചാരിച്ചത് എന്താ? ഒരു വ്യക്തിയെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് അയാൾക്ക് എക്സ്റ്റേണൽ റിവാർഡ് കൊടുത്താൽ മതി. അതായത് ഒന്നുകിൽ പണ്ട് ഭക്ഷണമായിരുന്നു, അല്ലെങ്കിൽ ഇപ്പം പൈസയാണ്, നല്ല ശമ്പളം കൊടുത്താൽ. അങ്ങനല്ല. ഇന്റേണൽ ആയിട്ടുള്ള സൈക്കോളജിക്കൽ നീഡ്സ് മീറ്റ് ചെയ്താൽ മാത്രമേ ഒരു വ്യക്തിക്ക് കൃത്യമായിട്ടും പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്. ഇതിന്റെ മറ്റൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നടക്കുന്ന ഒരു സിനാരിയോ മാസ് റെസിഗ്നേഷൻ ആണ്. മാസ് റെസിഗ്നേഷൻ, പ്രത്യേകിച്ചും 2K കിഡ്സും ജെൻസിയും, അല്ലെ? അവർ ജോലിയിൽ കയറും, പിറ്റേ മാസം അവർ ജോലി രാജിവെക്കും. കാര്യം അല്ലെങ്കിൽ ഫിനാൻസ്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മോട്ടീവിനെക്കാട്ടിയും ദേ ആർ ലുക്കിംഗ് ഫോർ ഹാപ്പിനെസ്. ഒരു സൈക്കോളജിക്കൽ അല്ലെങ്കിൽ ഒരു മെന്റൽ പീസ്, ഹാപ്പിനെസ് ആണ് അവർക്ക് വേണ്ടത്. അപ്പം ഈ സെൽഫ് ഡിറ്റർമിനേഷൻ തിയറി ഇന്ന് വളരെ റിലവന്റ് ആണ്. ഒരു എംപ്ലോയിയെ റീറ്റെയിൻ ചെയ്യണമെങ്കിൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് വേണ്ടുന്ന ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കണം. ഫോർ എക്സാമ്പിൾ, ഇതിന് 3 ഡയമെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞു: കോമ്പീറ്റൻസ്, ഓട്ടോണോമി ആൻഡ് റിലേറ്റഡ്നെസ്. എന്താ കോമ്പീറ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വ്യക്തി വർക്ക് ചെയ്യുന്ന സാഹചര്യങ്ങൾ, ചുറ്റുപാടുകൾ, അല്ലെ? ഓക്കെ, ലോകത്ത് വന്നിട്ട് MNC-യിലെ ജോലി ഉപേക്ഷിച്ച് ഒരാൾ ട്രക്ക് ഡ്രൈവറായി മാറിയ ഒരു സ്റ്റോറി അദ്ദേഹം കണ്ടു എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. അത് ഒരു ഇതിലേക്ക് വരുന്നുണ്ടല്ലോ. അതാണ് കോമ്പീറ്റൻസിലേക്ക് വരിക. കോമ്പീറ്റൻസ് മീൻസ് നമ്മൾ വർക്ക് ചെയ്യുന്ന എൻവയോൺമെന്റ്, വർക്ക് കൾച്ചർ, ആ ഒരു എൻവയോൺമെന്റ് നമ്മളെ കോൺസ്റ്റന്റ് ആയിട്ട് ഗ്രോ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒന്നാണോ, അതോ നമ്മളെ മാനസികമായിട്ട് ഫ്രസ്ട്രേറ്റ് ചെയ്യിക്കുന്ന ടോക്സിക് എൻവയോൺമെന്റ് ആണോ? അതായത് നമുക്ക് നമ്മുടെ ഫുൾ കപ്പാസിറ്റിയിലും എബിലിറ്റിയിലും വർക്ക് ചെയ്യാനും ഗ്രോ ചെയ്യാനും പറ്റുന്നുണ്ടോ? അതാണ് കോമ്പീറ്റൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്ന്. ഇത് ഇല്ല എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? ഓടിത്തള്ളും. ആ ഒരു ഏരിയയിൽ നിന്നും അവർക്ക് മോട്ടിവേഷൻ കിട്ടാത്തതുകൊണ്ട് അവർ തൊഴിൽ മറ്റു പല കാര്യങ്ങളിലേക്ക് പോകും. അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ആണ് ഓട്ടോണോമി. ഓട്ടോണോമി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാര്യം ഞാൻ ചെയ്യുകയാണ്, അതിനകത്ത് എനിക്കൊരു സെൻസ് ഓഫ് ഓണർഷിപ്പ് വേണം. ഇത് ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്, അതിനകത്ത് എന്റെ ക്രിയേറ്റിവിറ്റി, എന്റെ ഡിസിഷനും ഉണ്ട്. അപ്പൊ എനിക്ക് ആ കാര്യം ചെയ്യാൻ, ഇറ്റ്സ് ലൈക്ക് മൈ ബേബി, അല്ലെ? അപ്പൊ ആ കാര്യം ചെയ്യാൻ കൂടുതൽ മോട്ടിവേഷൻ ആയിരിക്കും. അതേ സമയത്ത്
വേറെ ആരോ പറയുന്ന ലൈൻ ബൈ ലൈൻ ആയിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ ഇംപ്ലിമെന്റ് ചെയ്യാനാണ് അത് വലിയ മോട്ടിവേഷൻ തരേണ്ടുന്ന ഒരു കാര്യമല്ല. ഓട്ടോണോമിയിൽ കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് എന്നല്ല പറയുന്നത്. ഇപ്പൊ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു കുറ്റം അന്വേഷിക്കുന്നു, അദ്ദേഹത്തിന് ഓട്ടോണോമി ഉണ്ട്, അദ്ദേഹത്തിന് ഒരു ഡിസിഷൻ മേക്ക് ചെയ്യാൻ പറ്റും. എന്നാൽ അദ്ദേഹത്തിന് സുപ്പീരിയർ അദ്ദേഹത്തിന്റെ പുറമെ നമ്മൾ മൈക്രോ മാനേജ് നീ അത് പോയി നോക്കി ഇത് പോയി നോക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കേസ് അന്വേഷിക്കുന്ന മോട്ടിവേഷൻ കാണുമോ? ഇല്ല. അതാണ് ഓട്ടോണോമി എന്ന് പറയുന്നത്. ഒരു സെൻസ് ഓഫ് ഓണർഷിപ്പ് ആണ് ഓട്ടോണോമി. ഒരു സ്വന്തമായിട്ട് ആക്ഷൻസും ഡിസിഷൻസും എടുക്കാൻ പറ്റുന്ന ഒരു ഇൻഡിപെൻഡന്റ് സ്റ്റാൻസ്. ഇപ്പൊ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇത് രണ്ടും കിട്ടും. കോമ്പിറ്റൻസ് ഉണ്ട്, ഓട്ടോണോമി ഉണ്ട്. കരിയർ പ്രോഗ്രഷനിലേക്ക് പൊക്കോണ്ടിരിക്കുമ്പോൾ ഇതിന്റെ ലെവൽ കൂടി വരും. ഓക്കെ. ഇതേപോലെ മറ്റ് പ്രധാനപ്പെട്ട ഫാക്ടറാണ് റിലേറ്റഡ്നെസ്. അതായത് ഹ്യൂമൻ കണക്ഷൻസ്. നമ്മളൊക്കെ മനുഷ്യന്മാരാണ്, സോഷ്യൽ ആനിമൽസ് ആണ്. നമുക്ക് ഒരു വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ റിലേഷൻഷിപ്സ് ബിൽഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് കെയർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടോ? അല്ലെങ്കിൽ നമ്മളെ ടേക്ക് കെയർ ചെയ്യപ്പെടുന്നുണ്ടോ? സോഷ്യൽ റിലേഷൻഷിപ്സ് സ്റ്റേബിൾ അവിടെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ? ഇതൊക്കെയാണ് റിലേറ്റഡ്നെസ്സിനകത്ത് പറ്റുക. അപ്പൊ ഒരു ജോലിയിൽ കയറി കഴിഞ്ഞാൽ രാവിലെ തൊട്ട് രാത്രി വരെ ഒരു ജോലിയാണ്. മനുഷ്യനുമായിട്ട് ബന്ധമില്ല, മാന്യാനുമായിട്ട് ബന്ധമില്ല, ആരോടൊരു ബന്ധമില്ല, കോവർക്കേഴ്സുമായിട്ട് ബന്ധമില്ല. വർക്ക് ഫ്രം ഹോമിന്റെ മറ്റൊരു ഇഷ്യൂ അതാണ്. അങ്ങനെ വരുമ്പോൾ അയാൾക്ക് വർക്ക് ചെയ്യാനുള്ള മോട്ടിവേഷൻ കാണില്ല. ഹി ഷുഡ് ഹാവ് ദ ഓപ്പർച്യൂണിറ്റി ടു ബിൽഡ് റിലേഷൻഷിപ്സ്, മീനിങ് റിലേഷൻഷിപ്സ്, അല്ലെ? നമ്മൾ ഓഫീസ് സെലിബ്രേഷൻസ്, എക്സാക്ട്ലി നമ്മൾ ഓഫീസ് സെലിബ്രേഷൻസ് അല്ലെങ്കിൽ ഓഫീസിലൊക്കെ ഓണർ സെലിബ്രേഷൻസ് നടന്നത് എന്തിനാ? റിലേറ്റഡ്നെസ് എന്ന് പറയുന്ന ആ ഒരു ഫീലിംഗ് ഇൻഡ്യൂസ് ചെയ്യാനാണ്. അപ്പൊ ഈ 3 കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഒരു വ്യക്തി റിയലി മോട്ടിവേറ്റഡ് ആവുക. ഇവിടെ മോഡേൺ സ്റ്റഡീസിൽ 3-നകത്ത് 2 മീറ്റ് ചെയ്താൽ മതി, കുഴപ്പമില്ല. ഈ 3 മീറ്റ് ചെയ്തില്ലെന്ന് പറഞ്ഞാൽ എന്ത് പറ്റും? അയാൾക്ക് മോട്ടിവേഷൻ കാണില്ല, ഡിപ്രഷനിലേക്ക് മറ്റു പല കാര്യങ്ങളിലേക്കും പോകും. നിങ്ങൾ സ്റ്റഡീസിനകത്താണെങ്കിലും ഫോക്കസ് ചെയ്യേണ്ടത് ഈ 3 കാര്യങ്ങളാണ്. നിങ്ങൾക്ക് അവിടെ ഓട്ടോണോമി ഉണ്ടോ, റിലേറ്റഡ്നെസ് ഉണ്ടോ, മറ്റു കാര്യങ്ങളുണ്ടോ, നിങ്ങൾ ഹാപ്പി ആണോ പഠിക്കുമ്പോൾ? അത് ഇത്ര 3 കാര്യങ്ങൾ മീറ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നിങ്ങൾ കുത്തിയിരുന്ന് കട്ടയ്ക്ക് പഠിച്ചോളും. ഒരു എക്സ്റ്റേണൽ മോട്ടിവേഷൻ ആവശ്യമില്ല. ബിക്കോസ് മോട്ടിവേഷൻ ഷുഡ് കം ഫ്രം വിത്തിൻ, ഇൻട്രിൻസിക് ആയിരിക്കണം, അല്ലെ? അപ്പം ഇതാണ് ഈ ഒരു ചോദ്യത്തിനെ സംബന്ധിച്ച് പറയാനുള്ള ഒരു കാര്യം. യെസ്, നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോയാലോ? അപ്പൊ സെൽഫ് ഡിറ്റർമിനേഷൻ തിയറി എല്ലാവരും ക്ലിയർ ആയോ? സെൽഫ് ഡിറ്റർമിനേഷൻ തിയറി എല്ലാവരും ക്ലിയർ ആയോ? ക്ലിയർ ആയി ഹാൻഡ് ഒന്ന് റേസ് ചെയ്യാവോ? യെസ്, ഫൈൻ. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഫൈൻ. നമുക്കിനി പോകാനുള്ളത് പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷനിലേക്ക് പോയാലോ? അല്ലെ? വെരി വെരി ഗുഡ്. പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ നമ്മൾ പറഞ്ഞു ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, അല്ലെ, പൊതുഭരണം, ഇതിന്റെയൊക്കെ ഫൗണ്ടിങ് ഫാദേഴ്സ്, അടിത്തറയിട്ട മനുഷ്യന്മാരിൽ ഒരാളാണ് മാക്സ് വെബർ. ഇവിടെ അദ്ദേഹത്തിന്റെ ബ്യൂറോക്രാറ്റിക് മോഡലിനെ പറ്റിയ ചോദ്യം. ബ്യൂറോക്രസി അല്ലെങ്കിൽ ഇങ്ങനൊരു, അതായത് മാക്സ് വെബറിനെ സംബന്ധിച്ച് ഹ്യൂമൻ ഓർഗനൈസേഷൻ സ്ട്രക്ചറിന്റെ ഏറ്റവും ടോപ്പിലെ സാധനമാണ് ബ്യൂറോക്രസി. ഏറ്റവും മനുഷ്യന് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടും ഏറ്റവും ഓർഗനൈസ്ഡ് ആയിട്ട് ഏറ്റവും പെർഫെക്ഷനോടും കൂടി ബിഹേവ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ബ്യൂറോക്രസി എന്നാണ് മാക്സ് വെബർ ഇതിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇതിനകത്ത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തെന്നാണ് ചോദ്യം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ബ്യൂറോക്രസി ഈസ് ബേസ്ഡ് ഓൺ റാഷണൽ ലീഗൽ അതോറിറ്റി ആൻഡ് എംഫസൈസ്ഡ് റൂൾ ബൗണ്ട് ഓപ്പറേഷൻസ്. അതായത് ബ്യൂറോക്രസി, ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുന്നത് അത് റാഷണൽ ആണ്. ചുമ്മാ മനസ്സിൽ തോന്നുന്നത് ചിന്തിക്കുന്ന ഒരു കൂട്ടത്തിലല്ല, റാഷണൽ ആയിട്ടുള്ള ചിന്തയാണ്. അതിനകത്ത് അതോറിറ്റി ഉണ്ട്, അല്ലെ? ഒരു ഹൈറാർക്കിയും കാര്യങ്ങളും ലീഡറും ഒക്കെ കാണും. അത് റൂൾ ബൗണ്ട് ഓപ്പറേഷൻസ്, കൃത്യമായിട്ടുള്ള റൂൾസും റെഗുലേഷൻസും അനുസരിച്ചാണ് ബ്യൂറോക്രസി പ്രവർത്തിക്കുന്നത് എന്നാണ് പറയുന്നത്. അക്കോർഡിംഗ് ടു മാക്സ് വെബർ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? മാക്സ് ഒരു കാര്യം നമുക്കറിയാം, മോഡേൺ ബ്യൂറോക്രസിയുടെ ഒക്കെ ഫൗണ്ടിങ് ഫാദേഴ്സിൽ ഒരാളാണ്. അപ്പം മോഡേൺ ബ്യൂറോക്രസി ഇങ്ങനെ തന്നെ അല്ലേ? റൂൾ ബേസ്ഡ് ആണ്, റാഷണൽ ആണ്, അല്ലെ? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയായേ പറ്റൂ, അതൊരു ടെംപ്ലേറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റോ, മാക്സ് വെബറിനെ സംബന്ധിച്ച് ഒഫീഷ്യൽസ് അവർക്ക് അവരുടെ അധികാരങ്ങളും അവകാശങ്ങളും ഒക്കെ വിനിയോഗിച്ചുകൊണ്ട് സ്വകാര്യമായിട്ടുള്ള താല്പര്യങ്ങൾ, പേഴ്സണൽ ഗെയിൻ നേടിയെടുക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഇത് മാക്സ് വെബർ പറയാൻ സാധ്യതയുള്ള ഒരു കാര്യമാണോ? വേണമെങ്കിൽ കൈക്കൂലി വാങ്ങിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ അധികാരം യൂസ് ചെയ്ത് നിങ്ങൾ സ്വന്തക്കാർക്ക് ഫേവർ ചെയ്ത് കൊടുക്കാം, ഇഷ്ടക്കാർക്ക് ഫേവർ ചെയ്ത് കൊടുക്കാം എന്നൊക്കെയാണ് സ്റ്റേറ്റ്മെന്റ് 2 ഇൻഡയറക്ട്ലി പറയുന്നത്. മാക്സ് വെബർ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്താൻ സാധ്യതയുണ്ടോ? മാത്രമല്ല ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിന്റെ ഘടകവിരുദ്ധമല്ലേ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് റൂൾ ബേസ്ഡ് ആയിരിക്കണം, അതോറിറ്റിയും റാഷണലും ലീഗലും ആയിരിക്കണം. അങ്ങനെയുള്ള ഒരു സാധനം ഇങ്ങനെ ചെയ്യൂ? അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1ഉം സ്റ്റേറ്റ്മെന്റ് 2ഉം ഇവിടെ പരസ്പര വിരുദ്ധങ്ങളല്ലേ?
സ്റ്റേറ്റ്മെന്റ് 1 ശരിയായേ പറ്റത്തുള്ളൂ. അപ്പൊ അതിന് ആൻസർ എ ആണ്. സ്റ്റേറ്റ്മെന്റ് 2 തെറ്റാണ്. മാക്സ് വെബറിനെ സംബന്ധിച്ച് ബ്യൂറോക്രസി എന്ന് വെച്ചാൽ മോസ്റ്റ് എഫിഷ്യന്റ് ആൻഡ് റാഷണൽ വേ ടു ഓർഗനൈസ്ഡ് ഹ്യൂമൻ ആക്ടിവിറ്റി. ഒരു ഒബ്ജക്റ്റീവ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഹ്യൂമൻസിനെ കോർഡിനേറ്റ് ചെയ്ത് ഒരു ആക്ടിവിറ്റി ചെയ്യാം. അത് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് ചെയ്യാൻ പറ്റും നമുക്ക് ബ്യൂറോക്രസിയിൽ കൂടിയാണ്. പ്രത്യേകിച്ചും ലാർജ് ഓർഗനൈസേഷൻസ്, ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ കോർപ്പറേറ്റ്സ്, വലിയ വലിയ കമ്പനികൾ, അവിടെയൊക്കെ നമ്മൾ ബ്യൂറോക്രാറ്റിക് സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് ഇതിനാണ്. ഇവിടെ മാക്സ് വെബർ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ചുമ്മാ കുറെ ആൾക്കാരെ അപ്പോയിന്റ് ചെയ്ത് ശമ്പളം കൊടുത്തിരുത്തി കഴിഞ്ഞാൽ അത് ബ്യൂറോക്രസി ആവില്ല. ബ്യൂറോക്രസി ആവണമെങ്കിൽ അവിടെ നിശ്ചിതമായിട്ടുള്ള ചില സ്വഭാവങ്ങൾ, ക്യാരക്ടറിസ്റ്റിക്സ് വേണം. ഫോർ എക്സാമ്പിൾ, ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്താ? സ്ട്രക്ചേർഡ് ഹൈറാർക്കി, ഒരു ശ്രേണി വേണം അവിടെ. ഇപ്പൊ നമുക്ക് നോക്കാം, നമ്മുടെ ബ്യൂറോക്രസി നോക്കാം. ഡി ജി പി ഉണ്ട്, താഴെ എ ഡി ജി പി ഉണ്ട്, താഴെ ഐ ജി, പിന്നെ ഡി ഐ ജി, എസ് പി, അങ്ങനെ ഒരു ബ്യൂറോക്രാറ്റിക് സ്ട്രക്ചർ അല്ലേ, ഹൈറാർക്കി ഉണ്ട്. അതുപോലെ ക്ലിയർ ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അല്ലെ. എക്സാക്ട്ലി, ക്ലിയർ ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഓരോരുത്തരുടെ വർക്ക് എന്താണെന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ലെക്ചർ നോട്ട് എഴുതണ്ട, PDF ഇതെല്ലാം വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്പെഷ്യലൈസേഷൻ ഓഫ് ടാസ്ക് ആണ്. ഓരോരുത്തർക്കും ഓരോ സ്പെഷ്യൽ ടാസ്ക് ആയിരിക്കും കൊടുക്കാം. ഒരു ബ്യൂറോക്രാറ്റ് ആയിരിക്കില്ല. അപ്പൊ നിങ്ങൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു, നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾ ചെയ്യുന്ന ചില ടാസ്കുകൾ കാണും, അത് വേണം നിങ്ങൾ ചെയ്യാൻ. അതായത് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ടാസ്ക് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യം കാണത്തില്ല, അല്ലെങ്കിൽ അവിടുത്തെ പ്യൂൺ ചെയ്യേണ്ട ടാസ്കുകൾ, അല്ലെങ്കിൽ അവിടുത്തെ ക്ലർക്ക് ചെയ്യുന്ന ടാസ്കുകൾ ആയിരിക്കും നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള ടാസ്ക് ഏതാണ് അത് കൃത്യമായിട്ട് ചെയ്യാം. സ്പെഷ്യലൈസേഷൻ ഓഫ് ടാസ്ക് എന്ന് പറയുന്നത്. സർവോപരി ഇറ്റ് ഷുഡ് ബി മെറിറ്റ് ബേസ്ഡ് ബ്യൂറോക്രസി. അതാണ് മാക്സ് വെബറിന്റെ അടുത്തുള്ള ഏറ്റവും വലിയൊരു മഹത്വം. അദ്ദേഹം പറഞ്ഞ കാര്യമാണ് ബ്യൂറോക്രസിയിലേക്ക് വരുമ്പോൾ. ഇതൊക്കെ ചൈനയിലും പണ്ട് ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. മാക്സ് വെബറിനെക്കാളും മുമ്പ് ചൈനീസ് ബ്യൂറോക്രാറ്റിക് സിസ്റ്റം ഇങ്ങനെ തന്നെ ആയിരുന്നു. അപ്പൊ മെറിറ്റ് ബേസ്ഡ് ആയിരിക്കണം. അത് കോമ്പറ്റേറ്റീവ് എക്സാംസ് നടത്തി കഴിവുള്ളവൻ അധികാരത്തിലേക്ക് വരണം. നമ്മൾ ഇന്ന് ഫോളോ സെയിം സിസ്റ്റം. PSC പരീക്ഷ എഴുതുക, കഴിവുള്ളവർ അധികാരത്തിലേക്ക് വരിക, അവർ ഉയർന്നു പോട്ടെ. അല്ലാതെ പണ്ട് കാലത്തെ സിസ്റ്റം എങ്ങനെയായിരുന്നു? അപ്പൊ നമുക്കറിയാം, സ്റ്റാറ്റ്യൂട്ടറി സിവിൽ സർവീസ് ഒരു സിസ്റ്റം ബ്രിട്ടീഷരെ കൊണ്ടുവന്നിരുന്നു. ഒരാൾ ഒരു ഉന്നത കുലജാതനാണെങ്കിൽ, അല്ലെങ്കിൽ വലിയ വലിയ കുടുംബത്തിൽ ജനിച്ച ഒരാളാണെങ്കിൽ, ജന്മിയുടെയോ രാജാവിന്റെയോ മന്ത്രിയുടെയോ എന്തെങ്കിലും ബന്ധുവാണെങ്കിൽ അയാൾക്ക് സിവിൽ സർവീസ് വെറുതെ കൊടുക്കും. ചെറിയ ചില കണ്ടീഷൻസ് മാത്രമേ ഉള്ളത്. അത് മെറിറ്റ് ബേസ്ഡ് അല്ല, ഫാമിലി ബേസ്ഡ് ആണ്. അങ്ങനെ കൊണ്ടുവന്ന് ഇന്ത്യയിലെ ബ്യൂറോക്രസി നശിച്ച് നാറാണക്കല്ല് എടുത്തുകൊണ്ടാണ് ലിറ്റൻ കൊണ്ടുവന്ന ഈ സിസ്റ്റം ബ്രിട്ടീഷ് ഗവൺമെന്റ് തന്നെ എടുത്തു കളഞ്ഞു. അപ്പോഴാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് മാക്സ് വെബർ പറഞ്ഞ കാര്യം ആലോചിച്ചത്. ഇദ്ദേഹം ജർമ്മൻകാരനാണ്, എന്നാലും മെറിറ്റ് ബേസ്ഡ് ബ്യൂറോക്രാറ്റിക് സിസ്റ്റത്തിന് മാത്രമേ ഇന്ത്യ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. അങ്ങനെയാണ് മെറിറ്റ് ബേസ്ഡ് ബ്യൂറോക്രസി പിന്നെ ഇന്ത്യയിൽ ഫ്ലറിഷ് ആവുന്നത്. കഴിവുള്ളവർ അധികാരത്തിലേക്ക് വരണം, അതാണ് മെറിറ്റ് ബേസ്ഡ് ബ്യൂറോക്രസി. ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ട്. സർവോപരി മാക്സ് വെബറിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ ആണ് ഇംപേഴ്സണാലിറ്റി. അതായത് നിങ്ങളൊരു കളക്ടർ ആവുകയാണെങ്കിൽ നിങ്ങൾ കളക്ടറാണ്, അല്ലാതെ നിങ്ങളൊരു വ്യക്തിക്ക് അവിടെ സ്ഥാനമില്ല അല്ലെ. ഇപ്പം വളരെ ഫണ്ണിയായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് ഒരു പോലീസ് സ്റ്റേഷൻ, അവിടെ സബ് ഇൻസ്പെക്ടർ, ഭാര്യ ഭർത്താക്കന്മാരുണ്ട്. സബ് ഇൻസ്പെക്ടർ ആയിട്ട് ഭാര്യയുണ്ട്, അവിടുത്തെ ഒരു ക്ലർക്കായിട്ട് ഭർത്താവ് ഉണ്ടെന്നിരിക്കട്ടെ. അവര് വീട്ടിൽ ഭാര്യ ഭർത്താവ് ആയിരിക്കും, പേഴ്സണൽ ആയിരിക്കും. പക്ഷേ ആ ഒരു ബ്യൂറോക്രാറ്റിക് സിസ്റ്റത്തിൽ ഇംപേഴ്സണൽ ആണ്. ഓക്കെ, ഭർത്താവാണ്, എന്നാ പിന്നെ അയാൾക്ക് കുറച്ച് ജോലി കുറച്ച് കൊടുത്താൽ മതി എന്ന് ഒരിക്കലും ഭാര്യയ്ക്ക് തീരുമാനിക്കാൻ ഒക്കത്തില്ല. and വൈസ് വേഴ്സ. അവിടെ രണ്ട് വ്യക്തികൾക്ക് ഇമ്പോർട്ടൻസ് ഇല്ല. അതാണ് പറയുന്നത് പേഴ്സണൽ ഗെയിൻ, സ്വകാര്യ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബ്യൂറോക്രാറ്റിക് സിസ്റ്റത്തെ ഉപയോഗിക്കാൻ പറയുന്നത് ഇംപേഴ്സണൽ ആണ്, കംപ്ലീറ്റ്ലി ഡിറ്റാച്ച്ഡ് ആയിരിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ വ്യക്തികൾക്കല്ല പ്രാധാന്യം, ആ പൊസിഷൻസിനും റോൾസിനുമാണ് പ്രാധാന്യം എന്ന് പറയാം അല്ലെ. അപ്പൊ ഇംപേഴ്സണാലിറ്റി. അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇംപേഴ്സണാലിറ്റി തിയറി അല്ലെങ്കിൽ ട്രൈറ്റിന് എതിരാണ്. എ ബ്യൂറോക്രാറ്റ് ഷുഡ് ബി ഇംപേഴ്സണൽ. വ്യക്തിത്വം ഇല്ലാത്തവൻ എന്നല്ല ഇംപേഴ്സണലിന്റെ അർത്ഥം. ഇംപേഴ്സണൽ മീൻസ് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ പറയുകയാണെങ്കിൽ അവിടെ ഇൻഡിവിജ്വൽ പ്രയോറിറ്റീസ്, ഇൻട്രസ്റ്റ്, അതിന് പ്രസക്തി ഇല്ല. സിസ്റ്റം ആണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ക്ലിയർ ആയോ? യെസ്. ഇനി അടുത്തത് അഞ്ചാമത്തെ ഒരു ചോദ്യം. നമ്മുടെ എനിക്ക് സെക്രട്ടറി സിലബസ് കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നിയ ഒരു കാര്യം അതാണ്. അതായത് TQM, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ട്. അത് ജാപ്പനീസ് കോൺസെപ്റ്റ് ആണ് ബേസിക്കലി. നമ്മൾ ജപ്പാൻകാരെ സംബന്ധിച്ച് പണ്ടൊരു വീഡിയോ ചെയ്തിരുന്നു. അതായത് ജപ്പാൻകാരെ ഈ മാനേജ്മെന്റിലും അല്ലെങ്കിൽ സൈക്കോളജിയിലൊക്കെ വളരെ മിടുക്കന്മാരാണ്. ഈ മടി മാറാനായിട്ട് ജാപ്പനീസ് സിസ്റ്റംസ് കുറെ ഉണ്ട്. ഈ ഇക്കിഗായി പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, കുറെ ടെക്നിക്സ് പറയുന്നുണ്ട് ഇക്കിഗായിക്കകത്ത്. അപ്പൊ ഇത്തരത്തിലൊരു ചോദ്യമാണ് ഇവിടെ വന്നത്. ഇതുകൊണ്ട് ഇതിന്റെ ആൻസർ നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്. പണ്ട് ഇതിൽ ഏകദേശം ഒരു വർഷം മുമ്പ്, 1.5 വർഷം മുമ്പ് ചെയ്ത വീഡിയോ ആണ്. പക്ഷെ അതിനകത്ത് ഈ ടോപ്പിക് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്.
ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ജപ്പാനിൽ ഉത്ഭവിച്ച ഒരു മാനേജ്മെന്റ് ചിന്താ പദ്ധതി. അതിന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ആണ്. ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാനും പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്താനും അനാവശ്യമായിട്ടുള്ള എന്താ പറയാ അൺനെസറി സ്റ്റെപ്സ് ഒഴിവാക്കി ഡെയിലി ഇംപ്രൂവൈസേഷനിലേക്ക് പോകാൻ സാധിക്കുന്ന ഒരു ജാപ്പനീസ് മാനേജ്മെന്റ് ടെക്നിക് ഉണ്ട്. അതിന്റെ പേര് കൈസൺ. കൈസൺ സ്മോൾ ഇംപ്രൂവ്മെന്റ്സ്. അതാണ് കൈസൺ എന്ന് ഉദ്ദേശിക്കുക. ഭയങ്കര എഫക്റ്റീവ് ആണ്. ഈ ഒരു വീഡിയോ നിങ്ങൾ ടൈം കിട്ടി നിങ്ങൾ കാണുക. ഇതിനകത്ത് കുറെ ജാപ്പനീസ് ടെക്നിക്സിനെ പറ്റി പറയുന്നുണ്ട്. ഇതിനകത്ത് ഒരു സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവിലാണ് പറഞ്ഞിട്ടുള്ളത്, മാനേജ്മെന്റ് പെർസ്പെക്റ്റീവിലല്ല. അത് കൈസൺ എന്ന ടെക്നിക്ക് എനിക്ക് പേഴ്സണലി ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് സ്റ്റഡീസിനകത്ത് ഈ പ്രൊക്കാസ്റ്റിനേഷൻ, പിന്നെ ചെയ്യാം ചിന്തയുള്ള ആൾക്കാർക്ക് അതൊന്നും ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നല്ല ഇമ്പ്രൂവ്മെന്റ്സ് വരും. നിങ്ങൾക്ക് പേഴ്സണലി ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ കൈസൺ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ദർ ഈസ് ഓൾവേസ് റൂം ഫോർ ഇംപ്രൂവ്മെന്റ്. മാനേജ്മെന്റ് പെർസ്പെക്റ്റീവിലാണ് ഞാൻ പറയുന്നത്. ഇവിടെ എല്ലാ ദിവസവും ചെറിയ ചെറിയ ഇംപ്രൂവ്മെന്റ്സ് സിസ്റ്റത്തിൽ വരുത്താൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഓവർ എ പീരീഡ് ഓഫ് ടൈം അത് വലിയ വലിയ മാറ്റങ്ങൾ കാരണമാകും. നമ്മൾ നാളെ പോയി മല അങ്ങ് മറിച്ചിടാം എന്നുള്ള രീതിയിലല്ല പോകേണ്ടത്. നാളെ പോയി നമുക്ക് ജസ്റ്റ് കല്ലൊന്ന് പറക്കിയിടാം, മറ്റന്നാൾ 2 കല്ല് പറക്കിയിടാം. അങ്ങനെ ഒരു ചിന്തിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഓവർ എ പീരീഡ് ഓഫ് ടൈം വലിയ വലിയ മാറ്റങ്ങൾക്കും വലിയ വലിയ റിസൾട്ടിനും കാരണമാകും ഓവർ എ പീരീഡ് ഓഫ് ടൈം എന്നാണ് ഇതിനകത്ത് പറയാം. ഓക്കെ, ഇതിനകത്ത് PDCA, പ്ലാൻ, ഡു, ചെക്ക്, ആക്ട്. പ്ലാൻ ചെയ്യുക, പ്ലാനിങ് നടത്തുക, പ്ലാൻ. പിന്നെ ഡു, അത് പോയി ചെയ്യാം. പിന്നെ അതെന്താ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക. പിന്നെ എന്തിനാ മുകളിൽ ആക്ഷൻസ് കൊണ്ടുവരിക. അപ്പൊ ഈ PDCA സൈക്കിൾ ഒക്കെ കൈസന്റെ ഭാഗമായിട്ട് പറയാറുണ്ട്. റൈറ്റ്, അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് തിയറിയാണത്. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് നമുക്ക് പോവാം. യെസ്, നമ്മൾ സെൽഫ് ഡിറ്റർമിനേഷൻ തിയറി പഠിച്ച പിള്ളേരാ നിങ്ങൾ. ഇതിന് ഉത്തരം എന്ന് പറഞ്ഞേ. Which of the following is the most effective long-term strategy to build ethical public administration in India? എത്തിക്കൽ ആയിട്ടുള്ള പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ബിൽഡ് ചെയ്യാനായിട്ട്, യെസ്, വെരി ഗുഡ് അനില. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ബിൽഡ് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എഫക്റ്റീവ് ലോങ് ടേം സ്ട്രാറ്റജി എന്താണെന്ന ചോദ്യം. നമ്മൾ എപ്പോഴും പറയും മോട്ടിവേഷൻ ഷുഡ് കം ഫ്രം വിത്തിൻ. എന്തിനാ നമുക്ക് മോട്ടിവേഷൻ വേണം? ചുമ്മാ പുറത്തുനിന്നുള്ള ഇൻഫ്ലുവൻസ് അല്ല, നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു ത്വര വരണം, അല്ലെ? ആ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കി ആൻസർ എന്ത്? സി ആണ് അതിന്റെ ആൻസർ. കാര്യം ഇതിനകത്തൊക്കെ എന്താ പറയുക, സർവൈലൻസ് കൂട്ടുക. അതായത് പുറത്തുനിന്ന് ഒരാള് നമ്മളിങ്ങനെ നിരീക്ഷിക്കണം എന്നുള്ള പേടി വെച്ചിട്ട് നമ്മൾ ഒരിക്കലും ഇല്ല. നമ്മുടെ ഉള്ളിൽ നിന്നൊരു ചിന്ത വേണം. അതിനെന്ത് ചെയ്യണം? നമ്മൾ വിദ്യാഭ്യാസത്തിൽ കൂടെ, ക്യാരക്ടർ ബിൽഡിങ്ങിൽ കൂടെ, എത്തിക്കൽ ടീച്ചിങ്സിൽ കൂടെ ഈ ഒരു ഇൻഫർമേഷൻ പാസ് ഓൺ ചെയ്യണം, അല്ലെ? അപ്പൊ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ അത് ചെയ്യുന്നത് തെറ്റാണോ ചിന്ത വരും. പുറത്തുനിന്ന് ആരെങ്കിലും നമ്മളെ ഇങ്ങനെ നോക്കുന്നത്, നമ്മൾ ശിക്ഷിക്കപ്പെടുന്ന പേടിയുടെ പുറത്തല്ല നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള എത്തിക്കൽ വാല്യൂസിന്റെ ബേസിസ്, അല്ലെ? അങ്ങനെ ആലോചിച്ചാൽ മതി. റൈറ്റ്, നമ്മൾ ലീഡർഷിപ്പ് തിയറീസ് അഡ്മിനിസ്ട്രേഷനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഒരു എലിമിനേഷൻ ടെക്നിക്സ് യൂസ് ചെയ്ത് കണ്ടെത്താൻ പറ്റുമോ? ചോദ്യം എന്താ? എഫക്റ്റീവ് ലീഡർഷിപ്പ്, ഒരു മിടുക്കനായ ഒരു നേതാവിന് വേണ്ട പ്രധാനപ്പെട്ട ക്വാളിറ്റീസ് എന്തൊക്കെയാ അക്കോർഡിംഗ് ടു മോഡേൺ ലീഡർഷിപ്പ് തിയറി? യെസ്, കാവ്യ, വെരി ഗുഡ്. മോഡേൺ ലീഡർഷിപ്പ് തിയറിക്കകത്ത് ഒരു നല്ലൊരു ലീഡറിന് വേണ്ടുന്ന ക്വാളിറ്റീസ് എന്തൊക്കെയാ? കീർത്തന, അനില. യെസ്, അപ്പൊ അതിന്റെ അപ്രോച്ച് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കോമൺ സെൻസ് യൂസ് ചെയ്യാം. വെരി ഗുഡ്. എയ്ക്കകത്ത് അഗ്രഷൻ എന്ന് പറയുന്നത്, നല്ലൊരു ലീഡർ അഗ്രസീവ് ആവണോ? ബി പിന്നെയും കുഴപ്പമില്ല. സിക്കകത്ത് പറയുന്നു മാനിപ്പുലേറ്റീവ് ആവണോ? ഒരു നല്ലൊരു ലീഡർ മാനിപ്പുലേറ്റീവ് ആവണോ? ഏതൊരു സിനിമയില് സുരേഷ് ഗോപി പറയുന്നല്ലേ, MP, മാനിപ്പുലേഷൻ പ്രിൻസ്, അതാവണോ? കൺവിൻസിങ് സ്റ്റാർ ആവണോ? വേണ്ട. സുരേഷ് കൃഷ്ണ ആവണ്ട. അപ്പൊ സിയും തെറ്റാണ്. പിന്നെ ഇന്റഗ്രിറ്റി, വിഷൻ, ഇമോഷണൽ ഇന്റലിജൻസ്, കമ്മ്യൂണിക്കേഷൻ, ഇതാണ് കുറെ കൂടെ അപ്രോപ്രിയേറ്റ് നമുക്ക് തോന്നുന്നത്, അല്ലെ? സോ ദാറ്റ്സ് ദ ആൻസർ. ഡി ആണ് അതിന് ഉത്തരം. ഡി. റൈറ്റ്, ക്ലിയർ ആണല്ലോ? ലീഡർഷിപ്പ് ട്രേറ്റ്സ് PDF കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചേക്കുക. നമുക്കിനി മറ്റൊരു ചോദ്യം, ഇതുപോലെ എലിമിനേഷൻ ടെക്നിക്സ് വർക്ക്ഔട്ട് ആവുന്ന മറ്റൊരു ചോദ്യം നമുക്ക് നോക്കാം. ഇതിന് ഉത്തരം എന്ത് വരും? എഫക്റ്റീവായ ആശയവിനിമയം, അതിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന, അതിനെ തകർക്കുന്ന ഫാക്ടേഴ്സ് അല്ലാത്തത് എന്തെന്നാ ചോദ്യം. അതായത് എഫക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനെ സഹായിക്കുന്ന സാധനം ഏതെന്ന് നോക്കിയാൽ മതി. മനസ്സിലായല്ലോ? യെസ്, സി. പരസ്പര വിശ്വാസം, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങും ട്രസ്റ്റും ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെ? ബാക്കിയെല്ലാം തെറ്റാണ്.
വായിച്ചു നോക്കുമ്പോൾ നമുക്ക് തെറ്റ് മനസ്സിലാക്കാൻ സാധിക്കും. റൈറ്റ്, ക്ലിയർ ആണല്ലോ? ഇതോ ഇതോ കോമൺ സെൻസ് യൂസ് ചെയ്തേ. അക്കൗണ്ടബിലിറ്റിയുടെ സ്വഭാവമല്ലാത്തത്, ക്യാരക്ടറിസ്റ്റിക് അല്ലാത്തത് എന്താ ചോദ്യം? അക്കൗണ്ടബിലിറ്റി. വെരി ഗുഡ്, വെരി ഗുഡ്. ഗുഡ് ഗുഡ്. യെസ്, ട്രാൻസ്പെറൻസി വരണം. ഉത്തരവാദിത്തമുള്ളിടത്ത് നമുക്ക് ട്രാൻസ്പെറൻസി ഉണ്ടായിരിക്കും, പീരിയോഡിക് റിപ്പോർട്ടിംഗ് ഉണ്ടായിരിക്കും, ആൻസറബിലിറ്റി ഉണ്ടായിരിക്കും. അക്കൗണ്ടബിലിറ്റി ഈസ് ഓൾ അബൌട്ട് ആൻസറിംഗ് ടു ആൻ അതോറിറ്റി അല്ലേ? ആർബിട്രറി പവർ, ആർബിട്രറി പവർ എന്ന് വെച്ചാൽ തോന്നുന്നത് എന്തും ചെയ്യാനുള്ള അധികാരം. ആർബിട്രറി വിത്തൗട്ട് എനി റൂൾസ്, വിത്തൗട്ട് ഹാവിംഗ് എനി റിഗാർഡ്സ് ടു സിസ്റ്റം ഓർ ടൂൾസ് ഓർ റൂൾസ്. അതാണ് ആർബിട്രറി പവർ എന്ന് പറയാം. എന്ത് തോന്നുന്നത് ചെയ്യാൻ പറ്റുന്ന അധികാരം. ഒരിക്കലും അക്കൗണ്ടബിലിറ്റി ഉള്ള ഒരു സ്ഥലത്ത് ആർബിട്രറി പവർ കാണില്ല. യു ഷുഡ് ബി അക്കൗണ്ടബിൾ ഫോർ ഈച്ച് വേർഡ്സ് അല്ലെങ്കിൽ ഈച്ച് ആക്ഷൻസ്, അപ്പം ഈച്ച് ഡിസിഷൻസ്. അതാണ് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ആർബിട്രറി പവർ ഒരിക്കലും വരില്ല. അപ്പം ബി ആണ് ക്യാരക്ടറിസ്റ്റിക് അല്ലാത്തത് അല്ലെ? യെസ്. നമുക്കിനി മറ്റൊന്നും കൂടെ നോക്കാം. യെസ്, ഇതിന്റെ ഉത്തരം എന്ത് വരും? ഇതിന്റെ ഉത്തരം മാക്സിമം പ്രോഫിറ്റിന് വേണ്ടി നടത്തുന്ന പ്ലാനിങ് എന്താ ചോദ്യം. സിമ്പിൾ ക്വസ്റ്റ്യൻ. മാക്സിമം പ്രോഫിറ്റിന് വേണ്ടി നടത്തുന്ന പ്ലാനിങ്, അത് പ്രോഫിറ്റ് പ്ലാനിങ് തന്നെ അല്ലേ? പ്രോഫിറ്റ് പ്ലാനിങ് തന്നെയാണ്. അതൊക്കെ വെറും ഈസി ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊന്നും അയ്യോ ഇപ്പം മാനേജ്മെന്റ് ഒക്കെ പഠിച്ചാൽ പറ്റുമോ, തലേ കയറുന്നൊക്കെ ആലോചിക്കുന്ന ആൾക്കാർ ഇത്ര ഈസി ക്വസ്റ്റ്യൻസ് വരും. ചോദ്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളത് UGC-യുടെ നെറ്റിന്റെ ഒക്കെ ധാരാളം എക്സാംസ് മാനേജ്മെന്റ് നടന്നിട്ടുണ്ട്. കേരള PSC-യുടെ മാനേജ്മെന്റ് സിലബസിന് മുമ്പ് പരീക്ഷ നടന്നിട്ടുണ്ട്. അതെല്ലാം നമ്മൾ അനലൈസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുള്ളത്. ഓക്കെ, റൈറ്റ്. പിന്നെ യെസ്, നമുക്ക് കുറച്ചുകൂടി ഡീപ്പായിട്ട് പോവാം. കുറച്ചുകൂടി ഡീപ്പായിട്ട് നോക്കിയേ. സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പ്രോസസ്, തന്ത്രപരമായ മാനേജ്മെന്റ് പ്രോസസ്. ഈ മാനേജ്മെന്റ് എന്ന് വെച്ചാൽ എന്താ? ഒരു കാര്യം ചെയ്യാൻ വേണ്ടി, ഒരു നിശ്ചിതമായിട്ടുള്ള ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ റിസോഴ്സസ്, ഹ്യൂമൻ റിസോഴ്സ് ആവാം, മനുഷ്യന്മാര് അല്ലെങ്കിൽ മറ്റു പല റിസോഴ്സോ ആവാം, ഇതിനൊക്കെ ഹാൻഡിൽ ചെയ്ത ഒരു ഡിസൈഡ് ഔട്ട്പുട്ടിലേക്ക് എത്തിക്കുന്ന പ്രോസസ്സിനെയാണ് മാനേജ്മെന്റ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഒരു സ്ട്രാറ്റജിക് മാനേജ്മെന്റിന്റെ കറക്റ്റ് സീക്വൻസ് എന്താണെന്നാണ് ചോദ്യം. ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത് ചോദ്യത്തിൽ നിന്നല്ല, ഓപ്ഷനിൽ നിന്നാണ്. ഇത് കണ്ടോ, ഫസ്റ്റ് സീക്വൻസ് എയോ ബിയോ മാത്രമേ ആവത്തുള്ളൂ. അപ്പൊ നിങ്ങൾ എ ആണോ ബി ആണോ ഫസ്റ്റ് സീക്വൻസ് ആവാൻ സാധ്യത? എ എന്ന് വെച്ച് കഴിഞ്ഞാൽ എംബാർക്കിംഗ് ഓൺ എൻവയോൺമെന്റ് അനാലിസിസ്. ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് കോർപ്പറേറ്റ് മിഷൻ ആൻഡ് ഒബ്ജക്റ്റീവ്സ്. അപ്പൊ നമ്മളൊരു പ്ലാൻ ഇടുമ്പോ നമ്മൾ ആദ്യമേ നമുക്കൊരു ഇൻഡസ്ട്രി പണിയണം. ഇൻഡസ്ട്രിയുടെ ഫസ്റ്റ് നമ്മൾ അതിന്റെ ഐഡിയ ക്രിയേറ്റ് ചെയ്യും. അതായത് വിഷനും അല്ലെങ്കിൽ മിഷനും ഒബ്ജക്റ്റീവ്സും ഒക്കെ സെറ്റ് ചെയ്യുമോ, അതോ ഉടനെ ഒരു സ്ഥലം ഒന്ന് നോക്കൂ? എന്താണ് ചെയ്യുന്നതെന്ന് പ്ലാൻ ചെയ്തിട്ട് സ്ഥലം നോക്കിയാൽ പോരെ? എൻവയോൺമെന്റ് അനാലിസിസ് നടത്തിയാൽ പോരെ? അപ്പം ബി അല്ലേ ഫസ്റ്റ് വരത്തുള്ളൂ. പോട്ടെ, കൺഫ്യൂസ്ഡ് ആണെങ്കിൽ അവിടെ വെച്ചോ. നിങ്ങൾ ലാസ്റ്റ് നോക്ക്. ലാസ്റ്റ് GOFO മാത്രമേ ആവത്തുള്ളൂ. G എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോയിങ് എഹെഡ് വിത്ത് ഇംപ്ലിമെന്റേഷൻ ഓഫ് എ സ്ട്രാറ്റജി. F എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവാലുവേറ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് ഇംപ്ലിമെന്റേഷൻ ഓഫ് എ സ്ട്രാറ്റജി. ഇതിൽ ഏതായിരിക്കും അവസാനം വരുന്നത്? ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പാണോ ചെയ്യുന്നതിന് ശേഷമാണോ അത് ഇവാലുവേറ്റ് ചെയ്യുന്നത്? നിങ്ങൾ പരീക്ഷ എഴുതുന്നതിന് മുമ്പാണോ പരീക്ഷ എഴുതുന്നതിന് ശേഷമാണോ നിങ്ങൾ പരീക്ഷാ പേപ്പർ ഇവാലുവേറ്റ് ചെയ്യുന്നത്? F ആണോ G ആണോ? ആഫ്റ്റർ, ഇറ്റ്സ് ഓൾവേസ് ആഫ്റ്റർ അല്ലെ? അപ്പൊ ഇതിനകത്ത് നിങ്ങൾ അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ ഇത് മൊത്തം ABCDEFG ഇത് മൊത്തം ഇന്ന് വായിക്കാനുള്ള സമയം നമുക്ക് എക്സാം ഹോളിൽ ഇല്ല. അപ്പൊ നിങ്ങൾ യൂണിവേഴ്സിറ്റി ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനല്ല തയ്യാറെടുക്കുന്നത്, ഒബ്ജക്റ്റീവ് പരീക്ഷയ്ക്കാണ്. അപ്പൊ നിങ്ങൾ ആ രീതിയിൽ തല കാലിബ്രേറ്റ് ചെയ്യാം. അപ്പൊ ഇതിന് ആൻസർ എന്തിനും ഇത് ആൻസർ എന്ന് പറഞ്ഞേ. സ്ട്രാറ്റജിയുമായി മുന്നോട്ട് പോയതിനു ശേഷമാണ് നമ്മൾ ഇവാലുവേഷൻ വിധേയമാക്കുന്നത് അല്ലെ? അപ്പം എഫിൽ എന്ത് ചെയ്യണം? ആദ്യം A ആണോ B ആണോ വേണ്ടത്? മാത്രമല്ല വേറൊരു കാര്യം ശ്രദ്ധിച്ചോ, ഈ GF അല്ലെ, കറക്റ്റ് സ്ട്രാറ്റജി ചൂസ് ചെയ്യുക, പിന്നെ അത് ഇംപ്ലിമെന്റ് ചെയ്യുക, പിന്നെ അത് ഇവാലുവേറ്റ് ചെയ്യുക, അങ്ങനല്ലേ പോകേണ്ടത്? ജസ്റ്റ് നിങ്ങൾ ഇതൊരു റീസണിങ് ചോദ്യമാണ്, ഒരു സ്പെഷ്യൽ ടോപ്പിക് ചോദ്യം കണക്കാകണ്ട. മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി എന്നുള്ള ഒരു മെന്റൽ എബിലിറ്റി ക്വസ്റ്റൻ കൺസിഡർ ചെയ്ത് ആൻസർ കിട്ടും അല്ലെ? അപ്പൊ ആൻസർ എന്ത് വരും? B വരും. എക്സാക്ട്ലി B. ഓക്കെ, ഇറ്റ്സ് എ മോസ്റ്റ് ലോജിക്കൽ ആൻസർ. ബിയിലേക്ക് എത്താൻ പറ്റും അല്ലെ? അത്രേ ഉള്ളൂ അതിന്റെ സിസ്റ്റം. ഫുൾ സ്റ്റേറ്റ്മെന്റ്സ് വായിച്ചു നോക്കാൻ ഉള്ള സമയമോ സാഹചര്യം നമുക്ക് അവിടെ കാണത്തില്ല. വലിയ ചോദ്യപേപ്പർ ആയിരിക്കും. LSTS നമ്മൾ വലിയ ചോദ്യപേപ്പറുകളാണ് കണ്ടത്. അതുപോലെ തന്നെ ആയിരിക്കും ഇവിടെ വരുന്നത്. ഇറ്റ്സ് എ ഗുഡ് തിങ്.
ചോദ്യപേപ്പറിന്റെ സൈസ് കൂടുന്തോറും ചോദ്യങ്ങളിനകത്ത് ക്ലൂ കൂടുതൽ കാണും. ആ ക്ലൂ എടുത്ത് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ചോദ്യപേപ്പറിന്റെ സൈസ് എത്രത്തോളം കൂടുന്നു അത്രത്തോളം നമുക്ക് നല്ലതാണ്. ഓക്കെ, പുതിയ പാറ്റേണിന്റെ ബെനിഫിറ്റ് അതാണ്. റൈറ്റ്, നമുക്കിനി മറ്റൊരു ചോദ്യത്തിലേക്ക് പോവാം. നമ്മൾ വലിയൊരു ചലഞ്ചിലാണ് നമ്മളാണെങ്കിലും നിങ്ങളാണെങ്കിലും എല്ലാവരും. കാര്യം ഇതുവരെ PSC ചോദിച്ചിട്ടില്ലാത്ത ഒരു സിലബസ്, വരാൻ പോകുന്ന ചോദ്യപേപ്പർ. അപ്പൊ അതിനെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത് നമ്മൾ ബിഫോർ ഹാൻഡ് പ്ലാൻ ചെയ്യുക. കഴിഞ്ഞ LSGSന്റെ സമയത്തും നമ്മൾ ഈ പ്ലാൻസ് ഇട്ടതാണ്. യൂട്യൂബിൽ എല്ലാ വീഡിയോസും കിടപ്പുണ്ട്. ചോദ്യപേപ്പർ വന്നതിന് ശേഷവും നമ്മൾ അതിന് അനാലിസിസ് വീഡിയോ ചെയ്തിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പാറ്റേണിൽ തന്നെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. കാര്യം ലിമിറ്റഡ് പാറ്റേൺസേ ഉള്ളൂ ഇതിന്. കടൽ പോലെ കിടക്കുന്ന വിഷയങ്ങളല്ല ഇത്. ലിമിറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സും മോഡൽസും മാത്രമേ ഉള്ളൂ. അപ്പൊ അത് വെച്ചങ്ങ് പഠിച്ചാൽ മതി. നിങ്ങൾ ആ ഒരു ഭയം മാറ്റി വെച്ച് കോൺഫിഡന്റ് ആയിട്ട് ഇരുന്ന് പഠിക്കണം. എനിക്ക് ഡെയിലി ടെലിഗ്രാമിൽ വരുന്ന മെസ്സേജസ് അങ്ങനെയാണ്, ഇതൊക്കെ പഠിക്കാൻ പറ്റുമോ, എങ്ങനെ ഏതാണെന്നൊക്കെ രീതിയിൽ. PSC ചരിത്രത്തിലെ ഏറ്റവും ഈസി ആയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്സ് ആണ് ഇതെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കുക. ടെൻഷൻ അടിക്കാതെ പഠിച്ചാൽ മതി. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഈ ചോദ്യം, ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് സെൻട്രലൈസേഷൻ. കേന്ദ്രീകരണം അല്ലെ, അധികാര കേന്ദ്രീകരണം. സെൻട്രലൈസേഷനെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവന എഴുതുന്ന ചോദ്യം. സെൻട്രലൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താ? കേന്ദ്രമാണ് അവിടെ പ്രധാനം, സബ് സെന്റേഴ്സ് അല്ല. ഡീസെൻട്രലൈസേഷൻ മീൻസ് അധികാര വികേന്ദ്രീകരണം. യെസ്, നന്ദകുമാർ, വെരി ഗുഡ്. അപ്പൊ ഇതിന് ഉത്തരം എന്ത് വരും? ഡിസിഷൻസ് എല്ലാം ടോപ്പ് മാനേജ്മെന്റ് ആയിരിക്കും എടുക്കുക, കേന്ദ്രമായിരിക്കും എടുക്കുക. ഇറ്റ് ലീഡ്സ് ടു ക്വിക്കർ ഡിസിഷൻ മേക്കിംഗ് അറ്റ് ലോവർ ലെവൽസ്. ഇത് വരുമ്പോൾ അലുവയും മത്തിക്കറിയും പോലെ ഇരിക്കും. ഇവിടെ പറയുന്നു ഡിസിഷൻ മേക്കിംഗ് നടക്കുന്നത് ടോപ്പിലാണ്, ഇവിടെ പറയുന്നു ഡിസിഷൻ മേക്കിംഗ് നടക്കുന്നത് ലോവറിലാണ്. ഈ 1ഉം 2ഉം ഒരുമിച്ച് ശരിയാവാൻ പറ്റുമോ? ഇല്ല. അപ്പൊ തന്നെ D പോയി. സെൻട്രലൈസേഷൻ ടോപ്പിനകത്തല്ലേ ഡിസിഷൻ നടക്കുക. അപ്പൊ 2 തെറ്റല്ലേ? ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ സ്മോൾ ഓർഗനൈസേഷൻസ്, അത് ശരിയാണ് അല്ലെ? സോ ഇതിന്റെ ആൻസർ A ആണ്. ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ സ്മോൾ ഓർഗനൈസേഷൻ. ഇപ്പൊ 4, 3, 7 പേരുള്ള ഓർഗനൈസേഷൻ ആണെങ്കിൽ അവിടെ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്ങിന്റെയോ ഡിസിഷൻ മേക്കിങ്ങിന്റെ ആവശ്യമുണ്ടോ? 10 പേര് ചേർന്ന് ഒരു ജോലി ചെയ്തു, അവിടെ 10 പേരും ഡീസെൻട്രലൈസ്ഡ് ഡിസിഷൻ മേക്ക് ചെയ്ത് എങ്ങനെ ഇരിക്കും? ബുദ്ധിമുട്ടാണ്. പക്ഷെ ഒരു 10 കോടി പേര് ജോലി ചെയ്താലോ? ഇന്ത്യ മഹാരാജ്യം 100, 110 കോടി ആൾക്കാരുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഡീസെൻട്രലൈസേഷൻ ഫോളോ ചെയ്യുന്നത്. ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലാന്ന് വിചാരിക്കുന്നു അല്ലെ? യെസ്. പിന്നീട് ഈ ലൈൻ ഫംഗ്ഷൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. ലൈൻ ഫംഗ്ഷൻ ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചറിനകത്ത് എന്താണ് ലൈൻ ഫംഗ്ഷൻ എന്നാണ് ചോദ്യം. ഒരു കമ്പനിയുടെ ഏറ്റവും കോർ, ഏറ്റവും ഇമ്പോർട്ടന്റ്, ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ടാസ്കുകൾ എല്ലാം തന്നെ ലൈൻ ഫംഗ്ഷൻ ആണ്. ഒരു കമ്പനിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാനേജേഴ്സ് എന്ന് പറയുന്നത് ലൈൻ ഫംഗ്ഷൻ മാനേജേഴ്സ് ആണ്. ലൈൻ മാനേജേഴ്സ് എന്ന് പറയുന്നത് ദ കോർ ആക്ടിവിറ്റീസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു അച്ചീവിംഗ് ദ ഗോൾ ഓഫ് എൻ ഓർഗനൈസേഷൻ. ഇപ്പൊ ഒരു മാനുഫാക്ചറിങ് കമ്പനി ആണെങ്കിൽ അവിടെ ലൈൻ ഫംഗ്ഷൻ എന്തായിരിക്കും? റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുക, പ്രൊഡക്ഷൻ നടത്തുക, സെയിൽസ് നടത്തുക. അപ്പൊ അത് ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ട് ഓപ്പറേഷൻസ് ആരാണോ ചെയ്യുന്നത് അവരായിരിക്കും ലൈൻ ഫംഗ്ഷൻ ചെയ്യുന്ന ആൾക്കാരെന്ന് വെച്ചാൽ ക്ലിയർ ആണല്ലോ. അഡ്വർടൈസ്മെന്റ് വിങ് ഉണ്ടായിരിക്കും, അവർ ഇതിനകത്ത് വരണമെന്നില്ല, അവർ ലൈൻ ഫംഗ്ഷൻ ആവണമെന്നില്ല. ഇപ്പൊ മറ്റു ഓർഗനൈസേഷൻസ് ചിലപ്പോൾ അഡ്വർടൈസ്മെന്റ് ലൈൻ ഫംഗ്ഷൻ ആയിരിക്കും, അഡ്വർടൈസ്മെന്റ് ഫേം ഒക്കെ ആണെങ്കിൽ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ നേരത്തെ മാക്സ് വെബറിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ആ ഡേറ്റ് വെച്ചിട്ട് ഇതിന് ഉത്തരം ഒന്ന് പറയാമോ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ കീ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബ്യൂറോക്രാറ്റിക് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ? ഒരു ബ്യൂറോക്രാറ്റിക് ഓർഗനൈസേഷണൽ സ്ട്രക്ചറിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്തൊക്കെയാണ്? യെസ്, ഗുഡ്. അപ്പൊ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ വെച്ചൊന്ന് പറയുന്നത് B ആണ്. ഇത് മാത്രമല്ലേ കറക്റ്റ് ആയിട്ടുള്ളൂ. ഹൈ ഫ്ലെക്സിബിലിറ്റി ആൻഡ് അഡാപ്റ്റബിലിറ്റി. നമ്മളൊരു ഹൈറാർക്കി ആണ്, അവിടെ ഫ്ലെക്സിബിലിറ്റി അഡാപ്റ്റബിലിറ്റി ഒന്നും ഇല്ല. നമ്മളെ മാക്സ് വെബറിന്റെ കേസ് കണ്ടതാ. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ചാനൽസ് ഇൻഫോർമൽ ആണ്, അവിടെ എല്ലാം ഫോർമലും റൂൾ ബേസ്ഡും സിസ്റ്റം ബേസ്ഡും റെഗുലേഷൻ ബേസ്ഡും അല്ലേ. ലാക്ക് ഓഫ് ഫോർമലൈസ്ഡ് ജോബ് റോൾസ്, അവിടെ സ്പെഷ്യലൈസ്ഡ് ജോബ് റോൾ ആണ് നമ്മൾ പറഞ്ഞു. എല്ലാവർക്കും സ്പെഷ്യലൈസേഷനും ഉണ്ട്, ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇതിനകത്ത് ക്ലിയർലി ഡിഫൈൻഡ് റൂൾസ് ആൻഡ് ഹൈറാർക്കി ആണ് കറക്റ്റ് ആൻസർ അല്ലെ. മാക്സ് വെബറിനെ മനസ്സിൽ സ്മരിച്ചാൽ മതി. സോ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പെർസ്പെക്ടീവില് ഒരു ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള ഒരു ചോദ്യം വരികയാണെങ്കിൽ നമ്മൾ മാക്സ് വെബറിന്റെ പക്ഷത്ത് നിൽക്കുക. ഓക്കെ, ആ ഒരു പെർസ്പെക്ടീവിന് ആൻസർ ചെയ്യാം. അദ്ദേഹത്തിന്റെ തിയറീസ് പക്കയാണോ എന്ന് ചോദിച്ചാൽ പക്കയൊന്നും അല്ല. അദ്ദേഹം പറഞ്ഞ കാര്യം റിജിഡ് അഡ്ഹറൻസ് ടു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെ. ഒരു കാര്യം ചെയ്യുമ്പോൾ നൂലും ചരടും പിടിച്ച് റൂൾസ് റെഗുലേഷൻസ് നോക്കിയേ ചെയ്യാവൂന്നാ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ എന്ത് വരുന്നത്? റെഡ് ടേപ്പ് അല്ലെങ്കിൽ കറപ്ഷൻ.
ഇതൊക്കെ കാരണക്കാരൻ മാക്സ് വെബർ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇത്ര റൂൾസിന് റെഗുലേഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ റെഡ് ടേപ്പിസം അല്ലെ, കറപ്ഷൻ, പിന്നെ ഡിലേഡ് ഡിസിഷൻ മേക്കിംഗ്. നമുക്കൊരു കാര്യം പഞ്ചായത്തിൽ പോയി ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് ഒപ്പിക്കണമെങ്കിൽ പണ്ടൊക്കെ എന്തൊരു പാടായിരുന്നു. ഭയങ്കര ഡിലേ ആണ്, ബ്യൂറോക്രാറ്റിക് സ്ട്രക്ചർ ഡിലേഡ് ആയിപ്പോ, ഭയങ്കര താമസമായി പോയി എല്ലാത്തിനും. അതൊക്കെ മാക്സ് വെബറിന്റെ സിദ്ധാന്തങ്ങളുടെ പരിമിതിയാണ്. ഓക്കെ, യെസ്, റൈറ്റ്. നമുക്ക് അടുത്തത് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റിലേക്ക് തന്നെ പോവാം. TQM നമ്മൾ നേരത്തെ കൈസൺ ഒക്കെ പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞ കാര്യം TQM. നിങ്ങളുടെ കയ്യിലുള്ള ഡേറ്റ് വെച്ചിട്ട് ഒരു ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്നില്ലേ? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ഈസ് എ കീ ആസ്പെക്ട് ഓഫ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് അല്ലെ? യെസ്. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് ഫോക്കസ് സോൺലി ഓൺ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. ഇപ്പൊ നിങ്ങൾ TQM പഠിച്ചില്ലെങ്കിൽ പോലും ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്നറിയാം, മൊത്തത്തിലുള്ള ക്വാളിറ്റി മാനേജ് ചെയ്യുന്നതാണ്. പക്ഷെ ഇവിടെ പറയുന്നത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ മാത്രമാണ് മാനേജ് ചെയ്യുന്നത്. അപ്പൊ ഇത് ശരിയാണോ? നോ, ഓൺലി സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ്. ഓൺലി സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ് അല്ലെ? ഇതിന് ആൻസർ ബി ആണ്, ബി ഫോർ ബോംബെ. ഇതിന്റെ പേരെന്താ? കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ഈസ് എ കീ ആസ്പെക്ട് ഓഫ് TQM. ഇതിന്റെ പേരെന്തായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞത്? കൈസൻ കണ്ടിന്യൂം. എക്സാക്ട്ലി ആണ്, വെരി ഗുഡ്. കൈസൻ. നിങ്ങൾ ഇക്കിഗായി എന്നുള്ള ഒരു പുസ്തകമുണ്ട്, പല ആൾക്കാരും വായിച്ചിട്ടുണ്ടായിരിക്കും. ഇക്കിഗായി മസ്റ്റായിട്ട് വായിച്ചിരിക്കേണ്ട പുസ്തകമാണ്. വളരെ ചെറിയ പുസ്തകം, പെട്ടെന്ന് നമുക്ക് ഒരാഴ്ച കൊണ്ടൊക്കെ വായിച്ചു തീർക്കാം. ഡെയിലി ഒരു കുറച്ച് പേജസ് വായിച്ചാൽ പോലും നിങ്ങൾക്ക് വായിച്ചു തീർക്കാൻ പറ്റും. പ്രൊഡക്ടിവിറ്റിയും എന്താ പറയാ, ഒരു മെന്റൽ പീസും ഒക്കെ ഭയങ്കരമായിട്ട് ഓഗ്മെന്റ് ചെയ്യാൻ പറ്റുന്ന പ്രൂവൺ ആയിട്ടുള്ള ജാപ്പനീസ് ടെക്നിക്സ് ആണ് എന്ന് പറയാം. നല്ല ബുക്കാണ്. അപ്പൊ അതിനകത്തൊക്കെ കൈസനെ പറ്റി വളരെ വിശാലമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് മറ്റേ പെർസ്പെക്റ്റീവിലാണ് പറഞ്ഞിട്ടുള്ളത്. യെസ്, കീർത്തന വായിച്ചിട്ടുണ്ടല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോ ഇനി അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് പോവാം അല്ലെ? പിന്നെ ബാക്കി ഞാൻ ചില ചോദ്യങ്ങൾ ഇടയ്ക്ക് സ്കിപ്പ് ചെയ്യുന്നുണ്ട്. സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്, നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ച് നോക്കാവുന്നേ ഉള്ളൂ പല ചോദ്യങ്ങളും. പിന്നീട് ചില തിങ്കേഴ്സ്, അതിനെ പറ്റി നമ്മൾ നോക്കണം. നമുക്കിനി കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചറിലേക്ക് പോവാം. കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചറിലേക്ക് ഒന്ന് പോവാം. 10-20 മാർക്ക് നമുക്ക് അവിടെ നിന്ന് കിട്ടാനുള്ളതാണല്ലോ. യെസ്. പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെന്റ്, ഏകദേശം ഒരു ഐഡിയ, എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം, എന്തായിരിക്കണം അതിന്റെ ഒരു ഫിലോസഫി എന്നുള്ള കാര്യത്തിൽ ഐഡിയ കിട്ടിയോ? വലിയ റോക്കറ്റ് സയൻസ് അതിനകത്തില്ല. അതിനേക്കാൾ ഡിഫിക്കൽട്ട് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ വേണമെങ്കിൽ പറയാം. അതായത് ബേസിക് കോൺസെപ്റ്റുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. നമുക്കിനി കോൺസ്റ്റിറ്റ്യൂഷൻ ചില ബേസിക് ഫ്രെയിംവർക്സിലേക്ക് പോവാം. ഇതിന്റെ ഉത്തരം എന്ന് പറഞ്ഞേ, which of the following statements regarding the identities provided by the constitution? മറ്റു പല സ്റ്റേറ്റ്സിനും ഈ പെർസ്പെക്റ്റീവില് വലിയ വലിയ പരീക്ഷകൾ ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ മാതൃക കൊണ്ടുവന്നിട്ടുള്ളത്. കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് തരുന്ന ഐഡന്റിറ്റീസ് എന്തൊക്കെയാണെന്ന ചോദ്യം. യെസ്, ആതിര, വെരി ഗുഡ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ്സ് എ കളക്റ്റീവ് ഐഡന്റിറ്റി ടു പീപ്പിൾ വെൻ ദേ അഗ്രി ടു ബേസിക് നോംസ് അല്ലെ? ഇപ്പൊ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് തരുന്ന ഐഡന്റിറ്റി എന്താ? നമ്മുടെ സിറ്റിസൺഷിപ്പ് ആണ്. നമുക്ക് ഐഡന്റിറ്റി തരുന്നുണ്ട്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, കോൺസ്റ്റിറ്റ്യൂഷണൽ നോംസ് പ്രൊവൈഡ് പൊളിറ്റിക്കൽ ഐഡന്റിറ്റി ബട്ട് നോട്ട് എ മോറൽ വൺ എന്നാ പറയാം. നമുക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള ഐഡന്റിറ്റി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് തരുന്നു, ഒരു ധാർമ്മികമായ ഒരു ഐഡന്റിറ്റി തരുന്നില്ലെന്നാ പറയുന്നത്. ഇത് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് മൊറാലിറ്റിയെ പറ്റി ചർച്ച ചെയ്തില്ല. കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്നൊരു കോൺസെപ്റ്റ് തന്നെ ഉണ്ട്. അത് ആർട്ടിക്കിൾ 21 എന്താ പറയുന്നത്? ഫ്രീഡം ഓഫ് ലൈഫ് ആൻഡ് ലിബർട്ടി. ഫ്രീഡം ഓഫ് ലൈഫ് ആൻഡ് ലിബർട്ടി. ലൈഫ് എന്താണ്, ലിബർട്ടി എന്താണ്, കൃത്യമായിട്ട് ജുഡീഷ്യൽ പ്രൊണൗൺസ്മെന്റ്സ് ഉണ്ട്. ജസ്റ്റ് ജീവിച്ചിരിക്കുന്ന ആനിമൽ എക്സിസ്റ്റൻസ് അല്ല ലൈഫ്. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കുന്നു എന്നൊക്കെ കവി പാടിയ പോലെ ജീവിച്ചിരുന്നാൽ മാത്രം ലൈഫ് ആവില്ല. ലൈഫ് ആവണമെങ്കിൽ അതിന് ചില ക്വാളിറ്റീസ്, നല്ല നല്ല ഭൗതിക സാഹചര്യങ്ങൾ, മാനസിക സാഹചര്യങ്ങൾ ഉണ്ടാവണം, എന്നാലേ ലൈഫ് ആവുള്ളൂ. ജസ്റ്റ് ആനിമൽ എക്സിസ്റ്റൻസ് അല്ല ലൈഫ് എന്ന് വരെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഇന്റർപ്രിട്ടേഷൻസ് ഉണ്ട്. ഈ DPSPs, ഫണ്ടമെന്റൽ ഡ്യൂട്ടി. ഫണ്ടമെന്റൽ ഡ്യൂട്ടിയിൽ എന്താ പറയാ? വി ഷുഡ് റിനൗൺസ് പ്രാക്ടീസസ് വിച്ച് ആർ ഡെറഗേറ്ററി ടു വുമൺ. സ്ത്രീകളെ ബഹുമാനിക്കണം, കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യണം. നമ്മൾ DPSPയിൽ പറയുന്നൊരു കാര്യം, ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പറയുന്നൊരു കാര്യം. പരസ്പര ബഹുമാനമാണ്, സെൻസ് ഓഫ് ബ്രദർഹുഡ് വേണം ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പറഞ്ഞ. ഇപ്പൊ അതൊക്കെ മോറൽ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ, ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങളല്ലേ? അപ്പൊ സ്റ്റേറ്റ്മെന്റ് 2 റോങ് ആണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്നൊരു ടോപ്പിക് വരുന്നുണ്ട്. ഇപ്പൊ UPSC മെയിൻസ് എന്ന പിള്ളേരുണ്ടെങ്കിൽ ഈ ടോപ്പിക്കിൽ ഒരു എസ്സേ നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. അത് നോക്കിയിട്ട് പോവാം.
ഡിസ്ക്രിപ്റ്റീവില്. അപ്പൊ അവിടെയൊക്കെ നമ്മൾ ഈ ഒരു പെർസ്പെക്റ്റീവ് ആൻസർ. അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്. ക്ലിയർ ആണല്ലോ? നമുക്ക് ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. 20 സെക്കൻഡ്. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് ഡെഫിനിഷൻ. വാട്ട് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ദ കോൺസെപ്റ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ? ഭരണഘടന എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഫണ്ടമെന്റൽ ക്വസ്റ്റ്യൻ ആണ്. പല പ്രാവശ്യം UPSC വന്നിട്ടുള്ള ചോദ്യമാണ്. അന്നും ഇന്നൊരു ഒറ്റ ഉത്തരേ ഉള്ളൂ. യെസ്, വെരി ഗുഡ്. യെസ്, ലിമിറ്റഡ് ഫോം ഓഫ് ഗവൺമെന്റ്. ഇത് നിങ്ങൾ മറക്കില്ല. ലിമിറ്റഡ് ഫോം ഓഫ് ഗവൺമെന്റ് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ വിഭാവനം ചെയ്തത്. അതായത് പണ്ട് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ പവർ കറപ്റ്റ്സ് എന്ന് പറയും. പവർ നമ്മളെ കറപ്റ്റ് ചെയ്യും. when the tremendous amount of power is vested with the person, he becomes corrupt എന്ന് പറയും. കോഗ്നിറ്റീവ് ഡിസണൻസ് തിയറി ഒക്കെ അതിനകത്തുണ്ട്. അതിനകത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞ ആർക്കും ആബ്സല്യൂട്ട് പവർ ഇല്ല. ഗവൺമെന്റ് ആണെങ്കിൽ പോലും അവരുടെ പവർ ലിമിറ്റഡ് ആണ്. 5 വർഷം കഴിഞ്ഞ് ഇറങ്ങി പൊക്കോണം, പുതിയ ആൾക്കാർ വരണം. എന്ത് ചെയ്യണമെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷൻ ബൗണ്ടറിയുടെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ അതാണ് ഇതിനകത്ത് പറയുന്നൊരു കാര്യം. ഇറ്റ് ഡിനോട്ട്സ് ദ പ്രിൻസിപ്പിൾ ദാറ്റ് ഗവൺമെന്റ് ഡിറൈവ്സ് ഇറ്റ്സ് അതോറിറ്റി ഫ്രം എ ബോഡി ഓഫ് ഫണ്ടമെന്റൽ ലോ ആൻഡ് ലിമിറ്റഡ് ബൈ ഇറ്റ്. ഗവൺമെന്റ് ആണെന്ന് പറഞ്ഞ ഗവൺമെന്റ് എന്തും തോന്നിയ ദിവസം ചെയ്യാൻ പറ്റില്ല. അവര് ലിമിറ്റഡ് ആണ്. ലിമിറ്റഡ്. അപ്പൊ ബ്രിട്ടൻ എടുക്കാം, അവിടെ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയാ ഉള്ളത്. രാജാവും തലതൊട്ടപ്പനും ഒക്കെ ഉണ്ട്, എഗ്രീഡ്. ബട്ട് ഈവൻ ദ കിങ് ഈസ് അണ്ടർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ? അവിടെ കിങ് ആണ് ഫൗണ്ടേഷൻ ഓഫ് ജസ്റ്റിസ്, അല്ലെങ്കിൽ ഹീസ് ദ അൾട്ടിമേറ്റ് എന്താ പറയാ അതോറിറ്റി ദയർ. പാർലമെന്റ് ആണ്, എന്നാലും കിങ് പാർട്ട് ഓഫ് പാർലമെന്റ് ആണല്ലോ. ഈവൻ ദ കിങ് ഈസ് ബൗണ്ട് ബൈ അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദാറ്റ് സ്റ്റേറ്റ് അല്ലെ? അപ്പം ബ്രിട്ടനിലെ കേസും അങ്ങനെ, അപ്പൊ ഇന്ത്യയിലെ കേസും അങ്ങനെയാണ്. അപ്പൊ അതാണ് അതിന്റെ കോൺടെക്സ്റ്റ്. സി 23-ാമത്തെ ചോദ്യം. ഇത് പ്രസിഡന്റ് റൂളിനെ പറ്റിയുള്ള ചോദ്യമാണ്. പ്ലീസ് 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 നിങ്ങൾ 3 ടോപ്പിക്കുകൾ പഠിക്കുക. എമർജൻസി, അമെൻമെന്റ്, ബേസിക് സ്ട്രക്ചർ. ഈ 3 ടോപ്പിക്സ് നമ്മുടെ യൂട്യൂബിനകത്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്ലേലിസ്റ്റിനകത്ത് നമ്മുടെ ബാച്ചിലെ വിദ്യാർത്ഥികൾക്ക് ക്ലാസ്സിനകത്ത് എക്സ്ക്ലൂസീവ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ കാണുന്ന ആൾക്കാർ ഈ 3 ടോപ്പിക്സ് നമ്മുടെ യൂട്യൂബിൽ വിശാലമായിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് 1.5 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത വീഡിയോ ആണത്. പക്ഷെ അത്രയും സമഗ്രമായിട്ട് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. ലക്ഷ്മി അതിനകത്തുള്ള പോയിന്റുകൾ എല്ലാം അത് കവർ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ മതി നിങ്ങൾക്ക് ഈ 3 ടോപ്പിക്സിൽ നിന്നും ഉള്ള ചോദ്യങ്ങൾ സേഫ് ആക്കാനായിട്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒന്നും ഡിസ്കസ് ചെയ്യുന്നില്ല, യൂട്യൂബിനകത്ത് തന്നെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. പ്രസിഡൻസ് റൂൾ എന്താണ്? പ്രസിഡൻസ് റൂളിനെ വിളിക്കുന്ന മറ്റൊരു പേരെന്താണ്? കോൺസ്റ്റിറ്റ്യൂഷണൽ എമർജൻസി എന്നാണോ, സ്റ്റേറ്റ് എമർജൻസി എന്നാണോ, നാഷണൽ എമർജൻസി എന്നാണോ? അങ്ങനെയൊക്കെ നമുക്ക് ചോദ്യം വരാൻ പോവാം. സോ ഈ 3 ടോപ്പിക്സും അരച്ച് കലക്കി പഠിക്കുക. ഒരു അരമണിക്കൂറൊക്കെയുള്ള വീഡിയോ മാത്രമാണ് ഓരോന്നും. നിങ്ങൾക്ക് അതിൽ നിന്ന് എങ്ങനെ 2-3 മാർക്ക് കിട്ടും. ഈ 3 ടോപ്പിക്സ് എക്സ്ട്രീംലി ഹോട്ട് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ തൽക്കാലം ഡിസ്കസ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അമെന്റ്മെന്റും നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കണ്ടാൽ മതി, സെറ്റ് ആണ്. ഓക്കെ, ഈ ഓപ്ഷന്റെ പാറ്റേൺ യുണീക്ക് ആകും. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഹൗ മെനി ഓഫ് ദ എബോവ് ആർ കമ്പൽസറിലി ഇൻവോൾവ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ്? ഭരണഘടന അമെന്റ് ചെയ്യുമ്പോൾ കമ്പൽസറി ആയിട്ടും ഉറപ്പായിട്ടും ഉണ്ടാവും എന്ന് പറയപ്പെടുന്ന ഏജൻസീസ് അല്ലെങ്കിൽ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദ്യം അല്ലെ? എന്തായാലും ലോക്സഭയും രാജ്യസഭയും ഉണ്ട്. അവർ ഇവിടെ ജോയിന്റ് സിറ്റിംഗ് ഇല്ല. ലോക്സഭയും രാജ്യസഭയും ജോയിന്റ് സിറ്റിംഗ് ഇതിനകത്ത് പറയുന്നില്ല. ഇവര് പാസ്സാക്കുന്ന ബില്ല് പ്രസിഡന്റ് ഒപ്പിട്ടേ പറ്റത്തുള്ളൂ. സോ 3 പേര് എന്തായാലും ഉണ്ട്. ഈ സ്റ്റേറ്റുകളെ ബാധിക്കുന്ന കാര്യമാണെങ്കിൽ മാത്രമേ ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് വരുള്ളൂ അല്ലെ? അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലീസിനുള്ള റോള് കാണത്തില്ല. അപ്പോ 1, 2 and 3 ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരിക. സോ ഓൺലി 3. ഇത് കമ്പൽസറി അല്ല, സിറ്റുവേഷൻ അനുസരിച്ച് മാത്രമേ വരുള്ളൂ. റൈറ്റ്. 25 റിട്ടുകളെ പറ്റിയുള്ള ചോദ്യമാണ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. The writ of habeas corpus cannot be issued against a private individual എന്നാണ് പറഞ്ഞത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? ഹേബിയസ് കോർപ്പസ് writ to have the body. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലേ? ഇപ്പൊ ഞാൻ നമ്മുടെ ക്ലാസ് ഇപ്പൊ ഞാൻ നന്ദകുമാർ ക്ലാസ്സിൽ ഞാൻ നന്ദകുമാറിനെ പിടിച്ച് പൂട്ടിയിട്ടേക്കുക. അപ്പൊ നന്ദകുമാറിന്റെ ഫ്രണ്ട്സ് എന്ത് ചെയ്യും? എനിക്കെതിരെ ഹേബിയസ് കോർപ്പസ് writ അവിടെ ഹാജരാകും. കണ്ടോ, ഞാൻ പിടിച്ചിട്ടേക്കാണ്, അയാളെ കോടതി ഹാജരാക്കാൻ പറഞ്ഞ കോടതി ഉത്തരവ്. അപ്പൊ ഞാൻ പ്രൈവറ്റ് ഇൻഡിവിജ്വൽ അല്ലേ? ഹേബിയസ് കോർപ്പസ് writ മിക്കവാറും നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനെതിരായിട്ടാണ്.
ഇത് ഇടയ്ക്ക് വെച്ച് ഇതിനൊരു നിക് നെയിം ഉണ്ടായിരുന്നു, ഒളിച്ചോടൽ റിട്ട് എന്ന് പറയും. കാര്യം ഒളിച്ചോടി പോകുന്ന കപിതാക്കളെ പിടിക്കാനായിട്ട് അവരുടെ പേരൻസ് എടുക്കുന്ന റിട്ടും ഹേബിയസ് കോർപ്പസ് റിട്ട് തന്നെയാണ്. കാര്യം ഇവർ എവിടെ പോകുന്ന അറിയില്ലല്ലോ, പോലീസിന് പണിയാണ് ടു പ്രൊവൈഡ് ദ ബോഡി. ഇവരെ പോലീസിനെ പിടിച്ച് കോടതിയിൽ മുമ്പ് ഹാജരാക്കും. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇറ്റ് ഈസ് അവൈലബിൾ അഗെയിൻസ്റ്റ് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, റിട്ട് ഓഫ് പ്രൊഹിബിഷൻ ഈസ് അവൈലബിൾ ഓൺലി അഗെയിൻസ്റ്റ് ജുഡീഷ്യൽ ബോഡീസ്. ജുഡീഷ്യൽ ബോഡീസ് ഉണ്ടോ അവിടെ ക്വാസി ജുഡീഷ്യൽ ബോഡീസും കാണും ഇത്തരം സാഹചര്യങ്ങളിൽ. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാ. ജുഡീഷ്യൽ ആൻഡ് ക്വാസി ജുഡീഷ്യൽ ബോഡീസിനകത്ത് അത് ഉണ്ടാവുക. തേർഡ് സ്റ്റേറ്റ്മെന്റോ, the writ of quo warranto can be sought even by a non aggrieved person. ശരിയാണ്, കോ വാറണ്ടോ റിട്ട് നോൺ അഗ്രീവ്ഡ് പേഴ്സണും ചെയ്യാൻ പറ്റും. നോൺ അഗ്രീവ്ഡ് പേഴ്സൺ അതൊരു ആ കേസിൽ ഒരു ബന്ധമില്ലാത്തൊരു വ്യക്തി. ഇപ്പൊ ലോക്കസ് സ്റ്റാൻഡിംഗ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്, ലോക്കസ് സ്റ്റാൻഡിംഗ്. എനിക്കൊരു കേസ് കൊടുക്കണമെങ്കിൽ എനിക്ക് ആ കേസോട് എന്തെങ്കിലും ബന്ധം വേണം. ഇല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സിൽ രണ്ടാൾക്കാർ എ ആൻഡ് ബി, ഇവർക്ക് ബി എയെ പറ്റിച്ചു. ഇപ്പൊ എനിക്ക് ബിക്കെതിരെ പോയി കേസ് കൊടുക്കാൻ പറ്റുമോ? ബി എയെ പറ്റിച്ചുണ്ട്, ഈ കേസോട് എനിക്ക് ബന്ധമില്ല. സോ there should be a sufficient nexus among the aggrieved parties to put forward a case. ഒരു ബന്ധം വേണം. ബന്ധം ഇല്ലെങ്കിൽ എവിടെയെങ്കിലും നടക്കുന്ന കേസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാം. പക്ഷേ കോ വാറണ്ടോ അങ്ങനല്ല. അഗ്രീവ്ഡ് പേഴ്സൺ അല്ലെങ്കിലും അവർക്ക് അത് ചെയ്യാൻ പറ്റും, കോ വാറണ്ടോ ഇഷ്യൂ ചെയ്യാൻ പറ്റും. ഇതുപോലെ വേറൊരു കേസ് ഉണ്ടല്ലോ, വേർ ദ പ്രിൻസിപ്പിൾ ഓഫ് ലോക്കസ് സ്റ്റാൻഡ് ഈസ് ഡൈല്യൂട്ടഡ്. ലോക്കസ് സ്റ്റാൻഡ് ആവശ്യമില്ലാത്ത മറ്റൊരു ഒരു സിസ്റ്റം ഉണ്ട്. ഏതാ അത്? നിങ്ങൾക്ക് ഒരു പ്രശ്നവുമായിട്ട് ഒരു ബന്ധവും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി കേസ് കൊടുക്കാം. പൊതു താല്പര്യ ഹർജി നേരിട്ടുണ്ടോ? പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ, നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്സിനകത്ത് ഉള്ളതാ. PIL, ജസ്റ്റിസ് VR കൃഷ്ണ അയ്യർ കൊണ്ടുവന്ന പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ. ഇപ്പൊ രാജസ്ഥാൻ മരുഭൂമിയിൽ കുറച്ച് ആൾക്കാർ മണൽ കടത്തുന്നു. കേരളത്തിലേക്ക് നിങ്ങൾക്ക് അതിനകത്ത് എന്താ പ്രശ്നം? ഒരു ബന്ധമില്ലല്ലോ. സ്റ്റിൽ നിങ്ങൾക്ക് അവിടെ പോയി കേസ് കൊടുക്കാം. പബ്ലിക് ഇൻട്രസ്റ്റ് അല്ലെ, എൻവയോൺമെന്റ് അല്ലെങ്കിൽ പബ്ലിക് സൊസൈറ്റിക്ക് മൊത്തത്തിൽ ബാധിക്കുന്ന പ്രശ്നമെന്നുണ്ടെങ്കിൽ അവിടെ ലോക്കൽ സ്റ്റാൻഡ് നിർബന്ധമല്ല. നിങ്ങൾക്ക് അത് ഒരു ബന്ധം ഇല്ലെങ്കിൽ പോലും അവരെ സഹായിക്കാൻ വേണ്ടി നിങ്ങൾക്ക് പോയി കേസ് കൊടുക്കാം. പൊതു താല്പര്യ ഹർജി ഫയൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, റൈറ്റ്. അടുത്തത് കുറച്ച് ഇൻഡെപ്ത് ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു റാങ്ക് മേക്കിംഗ് ചോദ്യമാണ്. അത്യാവശ്യം നമ്മൾ വായിച്ചെങ്കിൽ മാത്രമേ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. ചോദ്യം എന്താ? 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് വഴി, യെസ്, RTIയിലും അങ്ങനെ ഉണ്ട്, RTIയിലും അങ്ങനെ ഉണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്, യെസ്. ഇതിനകത്ത് ഹൗ മെനി ഓഫ് ദ ഫോളോയിങ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് വെയർ ആർഡഡ് ബൈ 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട്? 42ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് പ്രകാരം ആഡ് ചെയ്യപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെ? നമുക്ക് പല പ്രാവശ്യം UPSC റാങ്ക് മേക്കിംഗ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. നമ്മൾ ഇത് പ്രതീക്ഷിക്കുന്നുണ്ട് ഇവിടെ. ഒരു ഓപ്ഷൻസ് സ്ട്രക്ചർ ശ്രദ്ധിച്ചോണേ. 1 ഒള്ളി എന്നല്ല, ഒള്ളി 1, ഒള്ളി 2, ഓൾ 3 അങ്ങനെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് വഴിയാണ് ആർട്ടിക്കിൾ 39F നമ്മൾ കൊണ്ടുവരുന്നത്. 39F 39Fനകത്താണ് പറയുന്നത് സെക്യൂർ ഓപ്പർച്യൂണിറ്റി ഫോർ ദ ഹെൽത്തി ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ. കറക്റ്റ് ആണത്. സെക്കൻഡോ, ടു പ്രൊമോട്ട് ഈക്വൽ ജസ്റ്റിസ് ആൻഡ് പ്രൊവൈഡ് ഫ്രീ ലീഗൽ എയ്ഡ് ടു ദ പുവർ. പാവപ്പെട്ടവർക്ക് ഫ്രീ ആയിട്ടുള്ള ലീഗൽ എയ്ഡ്. ഒരു കേസിൽ പെടുകയാണെങ്കിൽ അവർക്ക് സർക്കാർ വക്കീലിനെ അപ്പോയിന്റ് ചെയ്ത് കൊടുക്കും, അവർക്ക് സ്വന്തമായിട്ട് വക്കീലിനെ വെക്കാൻ പറ്റിയില്ലെങ്കിൽ. ഇപ്പം സൽസയൊക്കെ ഇല്ലേ, സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റി. അതിൽ നൽസയുണ്ട്, നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി അല്ലെ, നൽസയും സൽസയൊക്കെ അങ്ങനെയാണ്. അപ്പം ഇവര് പാവപ്പെട്ടവർക്ക് എന്ത് ചെയ്യും? ഫ്രീ ആയിട്ട് സർക്കാർ വക്കീലിനെ അറേഞ്ച് ചെയ്ത് കൊടുക്കും. ഇതാണ് ആർട്ടിക്കിൾ 39A. ഇതും കറക്റ്റ് ആണ്. 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് വഴിയാണ് വന്നത്. ഇതോ, ടു മിനിമൈസ് ഇൻഇക്വാളിറ്റീസ് ഇൻ ഇൻകം, സ്റ്റാറ്റസ്, ഫെസിലിറ്റീസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. ഇത് ആർട്ടിക്കിൾ 38 ആണ്. ഇത് 48th അമെന്റ്മെന്റോട് വലിയ ബന്ധമൊന്നുമില്ല. അപ്പൊ ഇത് തെറ്റാ. സോ ഒൺലി 2 ഇതാണ് ആൻസർ. എനിക്ക് നിങ്ങൾക്ക് ഒരു ചോദ്യം കൂടി ചോദിക്കാനുണ്ട്. ഒരു ചോദ്യം എനിക്ക് നിങ്ങൾക്ക് ചോദിക്കാനുണ്ട്. ഈ ചൈൽഡ്ഹുഡ് കെയർ അല്ലെ, ടു സെക്യൂർ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദ ഹെൽത്തി ഡെവലപ്മെന്റ് ഓഫ് ആർട്ടിക്കിൾ 39F നമ്മൾ കണ്ടു. പക്ഷേ ആർട്ടിക്കിൾ 45ലും സിമിലർ ആയ ഒരു കാര്യം പറയുന്നു. എന്താണ് ആർട്ടിക്കിൾ 45ൽ പറയുന്ന ഒരു കാര്യം? രണ്ടും കണ്ടാൽ ഒരു 39Fും 45 കണ്ടാൽ ഏകദേശം ഒരു അമ്മ തെറ്റ അളിയന്മാരാന്ന് പറയും. there's a fundamental difference. ആർക്ക് പറയാം? യെസ്, ഓക്കെ. നന്ദകുമാർ ആൻസറിന്റെ അടുത്ത് വരെ വന്നു. ഇവിടെ കൃത്യം 6 വയസ്സ് വരെ, അണ്ടിൽ ദ ഏജ് ഓഫ് 6 അല്ലെ, ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്നുണ്ട്. അണ്ടിൽ ഏജ് ഓഫ് 6. 6 വയസ്സിന് ശേഷം നമുക്ക് എന്തുണ്ട്? ആർട്ടിക്കിൾ 21A ഉണ്ട് അല്ലെ.
6 വയസ്സിന് ശേഷം പിന്നെ വിദ്യാഭ്യാസത്തിനുള്ള കേസ് നമ്മൾ അവിടെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. 6 ഇയേഴ്സ് ആ ഒരു സംഭവം നോക്കിയിരുന്നാൽ മതി. 6 വയസ്സ് വരെ ഇത് ജനറൽ ആയിട്ടുള്ള കാര്യമാണ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. 27ാമത്തെ ചോദ്യം. ഇപ്പൊ വൈസ് പ്രസിഡന്റിന്റെ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. ഇപ്പൊ വൈസ് പ്രസിഡന്റിന്റെ ഇലക്ഷൻ പഠിച്ചിട്ടേ പോവാം. With reference to the qualification for the election as vice president, consider the following statements. വൈസ് പ്രസിഡന്റ് ആയിട്ട് ഇലക്ഷൻ നിൽക്കാനുള്ള ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാ വേണ്ടേ? ഓക്കെ, ഫസ്റ്റ് ഹി ഷുഡ് ബി എ നാച്ചുറലൈസ്ഡ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നുണ്ട്. അത് നിർബന്ധമുണ്ടോ? നാച്ചുറലൈസ്ഡ് സിറ്റിസൺ ആവണം നിർബന്ധമുണ്ടോ? നാച്ചുറലൈസ് സിറ്റിസണോ അല്ലാതെ സിറ്റിസൺ ആയാൽ മതി, എങ്ങനെയെങ്കിലും സിറ്റിസൺ ആയാൽ മതി. നാച്ചുറലൈസ്ഡ് ആവണം ഒരു നിർബന്ധമില്ല. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാ. ഹി ഷുഡ് ഹാവ് കംപ്ലീറ്റഡ് ദ ഏജ് ഓഫ് 35 ആൻഡ് ഹി ഷുഡ് ബി ക്വാളിഫൈഡ് ഫോർ ദ ഇലക്ഷൻ ആസ് എ മെമ്പർ ഓഫ് ലോക്സഭ ആൻഡ് രാജ്യസഭ. ഇത് ശരിയാണോ? ലോക്സഭ മെമ്പർ ആവാനുള്ള പ്രായം എത്ര വയസ്സാണ്? എത്ര മിനിമം വയസ്സ് ലോക്സഭ മെമ്പർ ആവാനുള്ളത്? എന്തായാലും 35 താഴെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. 25 എക്സാക്ട്ലി 35 താഴെയാണ്. അപ്പൊ ഇത് തെറ്റല്ലേ? രാജ്യസഭയുടെ കാര്യമാണ് പറയുന്നത്. രാജ്യസഭ വൈസ് പ്രസിഡന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്യസഭയുടെ ചെയർമാൻ ആണ്. സോ പേഴ്സൺ who is about to become the vice president should have the qualifications to be a member of രാജ്യസഭ. അത് മാത്രം മതി, ലോക്സഭ കൊണ്ട് വേണം നിർബന്ധമില്ല. ഓക്കെ, സ്പീക്കർ എങ്ങനെ? he should be qualified to become a member of ലോക്സഭ and he is a member of ലോക്സഭ. യെസ്. അടുത്തൊരു ട്രിക്കി ചോദ്യമാണ്. 28ാമത് ചോദ്യം. ഇതൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ സമയം 10 എന്താണ് നിങ്ങളുടെ അവസ്ഥ? ഉറക്കം തുടങ്ങിയോ? നമുക്ക് കുറച്ചുകൂടി ഡിസ്കസ് ചെയ്തില്ല, ബാക്കി ചോദ്യങ്ങൾ മറ്റൊരു ക്ലാസ് ഡിസ്കസ് ചെയ്യാം കേട്ടോ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് വിത്ത് റിഗാർഡ് ടു ഹൈക്കോർട്ട്സ്. ഹൈക്കോടതികളെ സംബന്ധിച്ച് ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, സാലറീസ് ആൻഡ് പെൻഷൻസ് ഓഫ് ജഡ്ജസ് ഓഫ് ഹൈക്കോർട്ട് ഈസ് ചാർജ്ഡ് ഓൺ ദ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ എന്നാണ് പറയുന്നത്. ശരിയാണോ? കൺസോളിഡേറ്റഡ് ഫണ്ട് മീൻസ് ഖജനാവ്. ഒരു ഹൈക്കോടതി ജഡ്ജി, ഇപ്പം കേരള ഹൈക്കോടതി ജഡ്ജി, അദ്ദേഹത്തിന്റെ ശമ്പളം ഇന്ത്യയുടെ ഖജനാവിൽ നിന്നാണോ പോകുന്നത്, കേരളത്തിന്റെ ഖജനാവിൽ നിന്നാണോ പോകുന്നത്? കേരളമല്ലേ. സോ ഇറ്റ് ഈസ് ചാർജ്ഡ് ഓൺ ദ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ദ സ്റ്റേറ്റ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അപ്പം തെറ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. The salaries and pensions of judges high court decided by the parliament. അത് ശരിയാണ്. പാർലമെന്റ് ആണ് ഇവിടെ സാലറീസും കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് ട്രൂ. അപ്പോൾ ഇതിന് ആൻസർ എന്ത് വരും? ഡി അല്ലേ? ഡി ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരിക. ഡി. ക്ലിയർ ആണല്ലോ. അടുത്തത് 29ാമത്തെ ചോദ്യം. 30ാമത്തെ ചോദ്യം വരെ ഡിസ്കസ് ചെയ്തിട്ട് മറ്റ് ഒരു ക്ലാസ്സിൽ അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം കേട്ടോ. 29. Which of the following accurately reflects the fundamental objectives as essentials of പഞ്ചായത്തി രാജ് സിസ്റ്റം? പഞ്ചായത്തി രാജ് സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നാണ് ചോദ്യം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ ഡെവലപ്മെന്റ് പ്രോസസ്. പഞ്ചായത്തി രാജ് സിസ്റ്റത്തിനകത്ത് പീപ്പിൾസ് പ്ലാനിങ് ക്യാമ്പയിൻ ഒക്കെ ഉണ്ട്, നമുക്കൊക്കെ അറിയാം. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ഡിവോൾവിംഗ് പവർ ടു ഗ്രാസ് റൂട്ട് ലെവൽ ആൻഡ് എൻഹാൻസിംഗ് കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. കറക്റ്റ് ആണ്. ഗ്രാസ് റൂട്ട് ലെവൽ ഡെമോക്രാറ്റിക് പെനിട്രേഷൻ ആണ് പഞ്ചായത്ത് രാജ് സിസ്റ്റം, PRI കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തേർഡ് സ്റ്റേറ്റ്മെന്റ്, ഫോക്കസിംഗ് ഓൺ അഡ്മിനിസ്ട്രേറ്റീവ് ഡെലിഗേഷൻ. ഇത് തെറ്റാണ്. ഇവിടെ ഡെവല്യൂഷൻ എന്ന് പറയുന്നത് പിന്നെ ശരിയാ. ഡെവല്യൂഷൻ ഓഫ് പവർ. ഡെവല്യൂഷൻ വെച്ച് കഴിഞ്ഞാൽ മേൽഘടകം പല അധികാരങ്ങളും കീഴ്ഘടകങ്ങൾക്ക് കൊടുക്കുന്നതാണ് ഡെവല്യൂഷൻ എന്ന് ഉദ്ദേശിക്കുക. ഈ ഡെലിഗേഷൻ എന്താണെന്നൊക്കെ നമ്മൾ നേരത്തെ കണ്ടു. ഒരു ജോലി ചെയ്യാൻ ഏൽപ്പിക്കുന്നതാണ് ഡെലിഗേഷൻ. ഡെലിഗേഷൻ ഡെവല്യൂഷൻ തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ. ഈ തേർഡ് സ്റ്റേറ്റ്മെന്റ് നമ്മളെ പറ്റിക്കാനിട്ടുള്ള സ്റ്റേറ്റ്മെന്റാണ്. നമ്മൾ എലിമിനേഷൻ ടെക്നിക്സ് മാത്രം കൊണ്ട് അങ്ങോട്ട് പോവുകയാണെങ്കിൽ തേർഡ് സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ ശരിയാണെന്ന് നമുക്ക് തോന്നും. പക്ഷെ ദാറ്റ്സ് നോട്ട് ദ കേസ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ ആൻസർ ചെയ്യാണ് അല്ലെ? യെസ്, ഇതിന് ആൻസർ ചെയ്യണം. യെസ്, അഡ്ജോൺമെന്റ് സിനേഡ് നിങ്ങൾ ജസ്റ്റ് നോക്കിയിരുന്നാൽ മതി. നിങ്ങൾ കുറച്ച് കീവേഡ്സ് പഠിച്ചിട്ട് പോണേ.
അഡ്ജോൺമെന്റ് മോഷൻ ഉണ്ട്, അഡ്ജോൺമെന്റ് സിനേഡൈ ഉണ്ട്. ഈ രണ്ടിന്റെ ഡിഫറൻസ് ജസ്റ്റ് നോക്കണം. കമന്റ് സെക്ഷനിൽ കമന്റ്, യൂട്യൂബിൽ വീഡിയോ കാണുന്ന ആൾക്കാർ എന്താണ് അഡ്ജോൺമെന്റ് മോഷനും അഡ്ജോൺമെന്റ് സിനേഡയും തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളത് കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യണം. യെസ്. സോ ഇതിനൊരു സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, തൽക്കാലം റെക്കോർഡിംഗ് ഓഫ് ചെയ്യാൻ ശേഷം നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതും ചോദിക്കാം.